രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരെ പീഡന പരാതി നൽകിയ യുവതിയെ അധിക്ഷേപിച്ചുവെന്ന പരാതിയിൽ രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ്. നാളെ രാവിലെ കോടതിയിൽ ഹാജരാക്കും. രാഹുലിന്റെ ഫോണും ലാപ്ടോപ്പും പോലീസ് പിടിച്ചെടുത്തു. രാഹുലിന്റെ വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിലെത്തിച്ചു. മെൻസ് കമ്മീഷന്റെ ആവശ്യം ഇതുകൊണ്ടാണ് ഞാൻ ആ പെൺകുട്ടിയുടെ ഫോട്ടോ പങ്കുവച്ചു. പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയെന്നാണ് കള്ളമാണ്, ഒരു വ്യാജ കേസാണ്. ആ വ്യാജ പരാതിക്കാരിക്കെതിരെ ഞാൻ പരാതി കൊടുത്തു. ജാമ്യം കിട്ടിയ അതുകൊണ്ട് വ്യാജ പരാതിയാണ്. നിങ്ങൾ ഒന്നെന്റെ ഫേസ്ബുക്ക് യൂട്യൂബ് എടുത്തു. ആ പെൺകുട്ടിയുടെ ഫോട്ടോ കൊടുത്തിട്ടില്ല, ഐഡന്റിറ്റി റിവീൽ ചെയ്തിട്ടില്ല. ഇത് വ്യാജ പരാതിയാണ്, വ്യാജ പരാതിയാണ്. ഇതുകൊണ്ടാണ് മെൻസ് കമ്മീഷന്റെ ആവശ്യം. നമ്മുടെ മകനും അച്ഛനും ഒക്കെ ജയിലിൽ ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. ദയവായി ശ്രദ്ധിക്കുക, നിങ്ങൾ നമ്മളുടെ അച്ഛൻ, നമ്മളുടെ മകൻ ജയിലിൽ നിന്നൊരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. ഈ പെൺകുട്ടിയുടെ ഫോട്ടോ ഞാൻ ഇട്ടിട്ടില്ല, കള്ളം പറയുവാണ്, കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്, കള്ളക്കേസാണ്, കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ഇത് കാരണമാണ് മെൻസ് കമ്മീഷൻ വേണ്ടത്. കള്ളക്കേസാണ്, കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചതിനുള്ള ദേഷ്യമാണ്. സഫാൻ വി പി തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സഫാൻ, ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഉള്ള അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് കേട്ടത് എന്നാണ് തോന്നുന്നത്. എന്താണ് രാഹുൽ ഈശ്വർ പറയുന്നത്? ഇനി എന്തൊക്കെ തുടർ നടപടിക്രമങ്ങൾ ബാക്കിയുണ്ട്? അമൃത, നാളെയാണ് രാഹുൽ ഈശ്വറിനെ കോടതിയിൽ ഹാജരാക്കുക. 9:15 കൂടിയായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതിന് പിന്നാലെയാണ് തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിലെത്തി വൈദ്യപരിശോധന നടത്തിയത്. ഈ വൈദ്യപരിശോധനയ്ക്കായി എത്തിച്ചപ്പോഴാണ് മാധ്യമങ്ങളോട് ഇത്തരത്തിലൊരു പരാമർശം, പ്രതികരണം രാഹുൽ ഈശ്വർ നടന്നത്. തനിക്കെതിരെ ചുമത്തപ്പെട്ടത് വ്യാജ വകുപ്പുകളാണ്. ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിവാക്കുന്ന തരത്തിലുള്ളൊരു പരാമർശം തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു വാദമാണ്, ന്യായമാണ് രാഹുൽ ഈശ്വർ ഉയർത്തിയത്. അതിനപ്പുറത്തേക്ക് ലൈംഗിക ചുവയോടെ സംസാരിച്ചു. ഈ പെൺകുട്ടിയുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലടക്കം ഇടപെട്ടു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രാഹുൽ ഈശ്വറിനെതിരെ സൈബർ പോലീസ് കേസെടുത്തത്. ആ കേസിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു തുടർ നടപടികളും ഉണ്ടായിരുന്നത്. എന്നാൽ തുടക്കം മുതൽ ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റിയുമായി ബന്ധപ്പെട്ട് ആ ഐഡന്റിറ്റി വെളിവാക്കുന്ന തരത്തിൽ തൻ്റെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടായിട്ടില്ല, നിയമത്തിൻ്റെ പരിരക്ഷയും കൊണ്ടാണ് സംസാരിക്കുന്നതെന്ന് തുടക്കം മുതൽ പറയുന്നൊരു വാദമാണ് രാഹുൽ ഇപ്പോഴും വൈദ്യപരിശോധനയ്ക്ക് എത്തിയപ്പോഴും പരാമർശിച്ചത്. നമുക്കറിയാം, ഈ പെൺകുട്ടിയുടെ പരാതി, രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരെ ഇത്തരത്തിലൊരു പരാതി വന്നതിനെ തുടർന്ന് 12 വീഡിയോയാണ് സോഷ്യൽ മീഡിയയിലൂടെ രാഹുൽ പങ്കുവച്ചത്. ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും മണിക്കൂറുകൾ ഇടവിട്ട് ഇത്തരത്തിലൊരു വീഡിയോ പങ്കുവെക്കുന്നത് കണ്ടു. അതിൽ പെൺകുട്ടിയുടെ ഐഡന്റിറ്റിയെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള വീഡിയോ ഉണ്ട് എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് സൈബർ പോലീസ് അറസ്റ്റിലേക്ക് നീങ്ങുകയും ഇത്തരത്തിലുള്ള വകുപ്പ് അടക്കം ചുമത്തുകയും ചെയ്തിരുന്നത്. ആദ്യഘട്ടത്തിൽ 2 വകുപ്പുകളായിരുന്നു, ജാമ്യം ലഭിക്കാവുന്ന 2 വകുപ്പുകളായിരുന്നു. സ്ത്രീത്വത്തെ അപമാനിക്കുക, ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റിയെ വെളിപ്പെടുത്തുന്ന തരത്തിൽ പ്രചരണം നടത്തിയെന്ന വകുപ്പുകളാണ് ആദ്യഘട്ടത്തിൽ FIR ഇട്ടപ്പോൾ ചേർത്തിരുന്നെങ്കിൽ അറസ്റ്റിലേക്ക് കടന്നപ്പോൾ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ലൈംഗിക ചുവയോടെയുള്ള സംസാരം, അത്തരത്തിലുള്ള പ്രചരണം നടത്തിയെന്നടക്കമുള്ള വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാളെ 11 മണിയോടുകൂടി രാഹുൽ ഈശ്വറിനെ കോടതിയിൽ ഹാജരാക്കുമെന്നുള്ള വിവരമാണ് കുടുംബത്തിനടക്കം നൽകിയിട്ടുള്ളത്. ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് ശേഷം വീണ്ടും സൈബർ പോലീസ് ആസ്ഥാനത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. 4:30 കൂടിയാണ് രാഹുൽ ഈശ്വറിനെ ഇന്ന് കസ്റ്റഡിയിലെടുക്കുന്നത്. പെൺകുട്ടിയുടെ അതിജീവിയുടെ പരാതി വരുന്നത് രാവിലെയായിരുന്നു. 4:30 കൂടി കസ്റ്റഡിയിലെടുക്കുന്നു. ഈ കസ്റ്റഡിയിലെടുത്തതിൻ്റെ ഒരു വീഡിയോ സന്ദേശം കൂടി ഇപ്പോൾ രാഹുൽ ഈശ്വർ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. പുരുഷന്മാരുടെ അവകാശത്തിനും മറ്റും പോരാടും എന്നൊക്കെ തരത്തിലുള്ള ക്യാപ്ഷനോട് കൂടിയാണ് ഈ വീഡിയോ പങ്കുവച്ചത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അന്നേ സമയം പോലീസുകാർ രാഹുലിൻ്റെ വീട്ടിലെത്തിയ സമയം ഇദ്ദേഹം ചിത്രീകരിച്ച് അപ്പോൾ പോസ്റ്റ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത വീഡിയോ ആണ് ഇപ്പോൾ അദ്ദേഹം കസ്റ്റഡിയിലിരിക്കെ ഇത്തരത്തിൽ പുറത്തുവിട്ടിരിക്കുന്നത്. അത്തരത്തിൽ അങ്ങനെ തുടർ നടപടികൾ 4:30 കൂടി കസ്റ്റഡിയിലെടുക്കുന്നു. പിന്നെ AR ക്യാമ്പിൽ വിശദമായി ചോദ്യം ചെയ്തു.
ചെയ്യുന്നു. ഇവിടുന്നൊക്കെ കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് 8 മണിയോടുകൂടി സൈബർ പോലീസ് ആസ്ഥാനത്തേക്ക് രാഹുൽ ഈശ്വറിനെ എത്തിക്കുന്നത്. ഇതിനുശേഷം 1 മണിക്കൂർ വീണ്ടും സൈബർ പോലീസ് ആസ്ഥാനത്തേക്ക് ചോദ്യം ചെയ്ത് വിവരങ്ങൾ എടുത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 12 വീഡിയോ അടക്കം പരിശോധിച്ച ശേഷം വിവരം ശേഖരിച്ച ശേഷമാണ് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും വൈദ്യപരിശോധനയ്ക്കായി തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുള്ളത്. അമൃത. സഫാൻ വിപിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കൊല്ലം കാവനാട് വാഹനാപകടത്തിൽ 2 മരണം. വെസ്റ്റ് ബംഗാൾ സ്വദേശി ഗോവിന്ദദാസും രാമൻകുളങ്ങര സ്വദേശി അനൂപുമാണ് മരിച്ചത്. ബംഗാൾ സ്വദേശിയായ യുവാവിന് ഗുരുതരമായി പരിക്കേറ്റു. അനൂപ് ഓടിച്ച ബൈക്ക് നിയന്ത്രണം വിട്ട് കാൽനട യാത്രികരെ ഇടിക്കുകയായിരുന്നു. അനൂപിന് വേണ്ട ചികിത്സ നൽകിയില്ല എന്നാരോപിച്ച് സുഹൃത്തുക്കൾ ജില്ലാ ആശുപത്രിയുടെ ചില്ല് അടിച്ചു തകർത്തു. ആശുപത്രി ജീവനക്കാരിക്ക് പരിക്കേറ്റു. 2 ബൈക്ക് നേരെ വന്നു, ഒരുമിച്ച് ഇതായി കൂടുന്നു. അതിനുശേഷം ഫ്ലിറ്റ് ആയ സമയത്താണ് പോയി ഇവര് നടന്നു വന്ന വഴിയാത്രക്കാരെ ഇടിച്ചത്. അവരിടിച്ച് നേരെ പോയ ടൈമില് പോസ്റ്റിലോട്ട് ഇടിക്കുകയായിരുന്നു ബൈക്ക് പോസ്റ്റിലോട്ട് ഇടിച്ചതിന് ശേഷം ഈ ആക്സിഡന്റ് ആയതിന്റെ അത് അപ്പനും മോനുമാണ്. അപ്പൻ ഇവിടെ കൊണ്ടുവരുന്നപ്പോൾ ആള് മരിച്ചു കഴിഞ്ഞു. പിന്നെ ബൈക്ക് ഓടിച്ചിരുന്ന ആളും മരിച്ചു എന്നാണ് ഇവിടെ വന്നപ്പം ചേർത്തത്. അല്ല, ഞാനിപ്പോ അവരെല്ലാം കയറ്റി വിട്ടതിന് ശേഷം ഡ്രസ്സ് മൊത്തം ബ്ലഡ് ആയിരുന്നു. ഞാനിപ്പോ വീട്ടിൽ പോയി ഡ്രസ്സ് മാറിയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് ആ പയ്യന്റെ കൂടെ ഉള്ള ആളുകൾ ഈ ഹോസ്പിറ്റലിൽ എന്തൊക്കെയായിട്ടുള്ള ആക്രമണം നടത്തിയെന്നുള്ള കാര്യം അറിയാൻ കഴിയും. അവിടെ ഒരു ആക്സിഡന്റ് നടന്ന 2-3 പേരെ കൊണ്ടുവരുമ്പോൾ ഞങ്ങളെല്ലാം അപ്പുറത്ത് നിന്നത് അതൊന്ന് വിളിച്ച് വേളം നടക്കുമ്പോൾ ഞങ്ങളെ വിളിച്ച് ഞങ്ങൾ അകത്തോട്ട് ചെന്നപ്പോൾ അവിടെ പുറത്ത് കുറച്ച് പേര് ആ വാതിൽ പ്രത്യേക റൂമിന്റെ വാതിൽ കൂടി വേളം ഉണ്ടാക്കും. ഏകദേശം 12 പേരുണ്ടായിരുന്നു. രോഗിയെ നോക്കുന്നതിന് പറഞ്ഞാൽ വേളം ഉണ്ടാക്കിയത്. അവിടെ നിങ്ങൾ വേളം ഉണ്ടാക്കിയ ഡോക്ടർമാർ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അവരങ്ങനെ വേളം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വന്ന് അതിന്റെ ചില്ലടിച്ച് പൊട്ടിച്ച് ഇട്ട് അകത്ത് നിന്ന് ഫ്രഷയുടെ നോത്ത് വീണ് മുഖം മൂടി ഒരു ഡോറ് തുറന്നത് ഒരു വിലയാട്ടകത്ത് കയറി അവിടെ വന്ന പേഷ്യന്റിനെ സർജറി കയറ്റി കടത്തി ഇവിടെ പുറത്ത് കൊണ്ടുവന്ന് ആംബുലൻസിൽ കയറ്റി വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ കൊണ്ടുപോയി. ലിജോ റോളൻസ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ലിജോ, അവിടെ എന്താണ് ലിജോ നടക്കുന്നത്? എന്താണ് അവർ സംഭവിച്ചത്? അമൃത, ഇന്ന് വൈകുന്നേരം 7:30 കൂടെയാണ് ഈ അപകടം നടക്കുന്നത്. കൊല്ലം കാവനാട് മുക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു. ഈ വെസ്റ്റ് ബംഗാൾ സ്വദേശിയായിട്ടുള്ള ഗോവിന്ദദാസും അയാളുടെ മകനായിട്ടുള്ള ജതൻ ദാസും കൂടി ചേർന്ന് റോഡിലൂടെ നടക്കുകയായിരുന്നു. അവർ ഈ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് തൊഴിലെടുക്കുന്നവരായിരുന്നു. ഈ സമയത്താണ് നിയന്ത്രണം നഷ്ടപ്പെട്ട ഒരു ബൈക്ക്, അതായത് അനൂപ് ഓടിച്ച ബൈക്ക്, രാമൻകുളങ്ങര സ്വദേശിയാണ്. ഇയാൾ ഓടിച്ച ബൈക്ക് നിയന്ത്രണം വിട്ട് ഇവരെ ഇടിച്ചതിന് ശേഷം വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ച് അവിടെ അപകടം സംഭവിക്കുകയായിരുന്നു. ഉടൻ തന്നെ 3 പേരെയും ആദ്യം ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചു. ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ തന്നെ ഈ ഗോവിന്ദദാസിന് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചാണ് അനൂപിനും ജീവൻ നഷ്ടപ്പെട്ടത്. തുടർന്ന് അനൂപിന്റെ ഒപ്പം ഏകദേശം 10-12 സുഹൃത്തുക്കൾ കൂടി ആശുപത്രിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവരാണ് അനൂപിന് കൃത്യമായ ചികിത്സ നൽകുന്നില്ല, അവർക്ക് ആ മുറിയിലേക്ക് കയറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ ഒരു ബഹളം ഉണ്ടാവുകയും അതിനെ തുടർന്നാണ് അവിടുത്തെ ചില്ലുകൾ ഉൾപ്പെടെ തകർക്കുകയും ചെയ്തത്. അതിലാണ് ജീവനക്കാരിക്കും പരിക്കേറ്റിരിക്കുന്നത്. പ്രൊസീജിയർ മുറിയിൽ അവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ആ സെക്യൂരിറ്റി ആയിട്ടുള്ള വനിതാ സെക്യൂരിറ്റി ജീവനക്കാരിയായിട്ടുള്ള ഷീലാകുമാരിക്കാണ് മുഖത്ത് പരിക്കേറ്റിരിക്കുന്നത്. ഉടൻ തന്നെ അവിടെ പോലീസ് സ്ഥലത്തെത്തിയാണ് സ്ഥലം ശാന്തമാക്കിയത്. ഈ അനൂപിന്റെ സുഹൃത്തുക്കൾ അനൂപിനുമായി ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു. അനൂപും മരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വെസ്റ്റ് ബംഗാൾ സ്വദേശി മരിച്ചിട്ടുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ ജതൻ ദാസിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോലീസ് എന്തായാലും ഈ അപകടത്തിലും തുടർന്ന് ആശുപത്രിയിൽ നടന്ന സംഭവങ്ങളിലും കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അമൃത. ശരി, ലിജോ റോളൻസ് ആണ് വിവരങ്ങൾ നൽകിയത്. വെടിനിർത്തൽ ലംഘിച്ച് വീണ്ടും ഗസയ്ക്കെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. ഇതോടെ വെടിനിർത്തൽ കാലയളവിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 356 വെസ്റ്റ് ബാങ്ക് പ്രദേശങ്ങളിലും ഇസ്രായേൽ അതിക്രമം തുടരുകയാണ്. 2 ബന്ദികളുടെ മൃതദേഹത്തിനായി വടക്കൻ ഗസയിലെ ബൈത്ത് ലാഹിയയിൽ ഹമാസ് തെരച്ചിൽ ആരംഭിച്ചു. ഇസ്രായേൽ പ്രസിഡന്റ് ഇസാഖ് ഹെർഗോസിന് മാപ്പപേക്ഷ സമർപ്പിച്ച് പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു. കൈക്കൂലി, തട്ടിപ്പ്, വിശ്വാസവഞ്ചന തുടങ്ങിയ കേസുകളാണ് നെതന്യാഹുവിനുമേൽ ആരോപിക്കപ്പെട്ടത്. എന്നാൽ ആരോപണങ്ങൾ തള്ളിക്കളയുകയും താൻ കുറ്റക്കാരനല്ല എന്നുമാണ് നെതന്യാഹുവിന്റെ വാദം. മാപ്പ് പറയുകയും രാഷ്ട്രീയം ഉപേക്ഷിക്കുകയും വേണമെന്ന് നെതന്യാഹുവിനോട് പ്രതിപക്ഷ നേതാവ് യായിർ ലാപിഡ് ആവശ്യപ്പെട്ടു. MC നാസർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നാസർ, ഈ സൂചിപ്പിച്ചതുപോലെ വെടിനിർത്തൽ കരാർ എന്ന് പറയുന്നത് വെറുതെ വെള്ളത്തിൽ വരച്ചൊരു വരയാണെന്ന് നമുക്ക് മനസ്സിലായതാണ്. ഇപ്പോൾ ഏതൊക്കെ മേഖലയിലാണ് ഇസ്രായേലിന്റെ അതിക്രൂരമായ ആക്രമണങ്ങൾ നടക്കുന്നത്?
ഇന്നിപ്പോൾ റഫേലും അതോടൊപ്പം തന്നെ കാൻ യൂണിസിലുമാണ് വ്യോമാക്രമണവും അതോടൊപ്പം തന്നെ ഷെല്ലാക്രമണവും നടക്കുന്നത്. 2 പേർ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. നേരത്തെയൊക്കെ സംഭവിച്ചതുപോലെ തന്നെ ജെറൂസലമിൽ അതോടൊപ്പം തന്നെ ജെനിൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വെസ്റ്റ് ബാങ്കിന്റെ വിവിധ ഭാഗങ്ങളിലും ആക്രമണം തുടരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. കാരണം പിന്നിട്ട ദിവസങ്ങളിലൊക്കെ നടന്ന ആക്രമണങ്ങളിൽ നിരവധി മരണവും അതോടൊപ്പം തന്നെ ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യവും രൂപപ്പെട്ടിരുന്നു. ജൂത കുടിയേറ്റക്കാരും സുരക്ഷാ വിഭാഗവുമാണ് വെസ്റ്റ് ബാങ്കിൽ ഈ അതിക്രമങ്ങളൊക്കെയും പലസ്തീൻ ജനതയ്ക്ക് നേരെ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നത്. അതേസമയം തന്നെയാണ് ഗസയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പിന്നെ ഈ വെടിനിർത്തൽ കരാർ നിലനിൽക്കെ തന്നെ 500 അധികം തവണ അത് ലംഘിച്ച ഇസ്രായേൽ വീണ്ടും അതേ രീതി തന്നെയാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇനിയിപ്പോൾ 2 ബന്ദികളുടെ മൃതദേഹങ്ങൾ മാത്രമാണ് കരാർ പ്രകാരം ഹമാസ് കൈമാറാനുള്ളത്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഇതാദ്യമായിട്ട് വടക്കൻ ഗസയിലെ ബൈത്ത് ലാഹിയയിലും ഇന്ന് തെരച്ചിൽ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ മൃതദേഹം കൂടി കൈമാറുകയാണെങ്കിൽ 28 മൃതദേഹങ്ങൾ എന്ന ആ കണക്ക് പൂർത്തിയാകും. എന്തായാലും ഈ അന്താരാഷ്ട്ര സേനയെ വിന്യസിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ഈ ആദ്യഘട്ട വെടിനിർത്തൽ കരാർ പൂർണ്ണമായ അർത്ഥത്തിൽ പ്രാബല്യത്തിൽ വരാത്തത് വലിയ വിലങ്ങുതടിയായി നിൽക്കുകയാണ്. കൈറോയിൽ അമേരിക്കയും മധ്യസ്ഥ രാജ്യങ്ങളും ഒക്കെ ചർച്ച നടത്തിയിരുന്നു എങ്കിൽ പോലും അതിലൊന്നൊരു കൃത്യമായിട്ടുള്ളൊരു തീർപ്പിലേക്കോ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര സേനയുടെ വിന്യാസം എന്നത് വളരെ അനിശ്ചിതമായി തന്നെ നീളുകയാണ്. ഇസ്രായേലുമായിട്ട് അമേരിക്കൻ ഉദ്യോഗസ്ഥർ വൈകാതെ തന്നെ ചർച്ച നടത്തുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതിനുശേഷം ആയിരിക്കും ഈ മധ്യസ്ഥ രാജ്യങ്ങളുമായി ചേർന്നുള്ള ഒരു പിന്നെ ഈ 2ാം ഘട്ടവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഒരു തീർപ്പിലേക്ക് എത്താൻ അമേരിക്ക തയ്യാറാവുക. 2ാം ഘട്ട ചർച്ചകൾ എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ നിലവിൽ, നാസർ? നേരത്തെ കെയ്റോയിൽ ആ ചർച്ചകൾ ഏറെക്കുറെ പൂർത്തീകരിക്കപ്പെട്ട അവസ്ഥയിലാണ്. ഹമാസ് സംഘം നിരവധി ദിവസങ്ങൾ കെയ്റോയിൽ തങ്ങിയിരുന്നു. തങ്ങളുടെ ഉത്കണ്ഠകൾ ഈ ആദ്യഘട്ട വെടിനിർത്തൽ നടപ്പാക്കുന്നതിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ പോലും തുടരുന്ന നിഷേധാത്മകമായ സമീപനം അത് ഈ തുടർ നീക്കങ്ങളെ വലിയ തോതിൽ തന്നെ ബാധിക്കും. അതുകൊണ്ട് ഇനിയുള്ള ചർച്ചകൾക്ക് തങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉപാധികൾ പിന്നെ പൂർണ്ണമായിട്ടും നടപ്പാക്കുമെന്ന ഒരു ഉറപ്പ് വേണം. അത് അമേരിക്കയെ ആ ഉറപ്പ് നൽകണമെന്ന ഒരു നിബന്ധന ഹമാസ് മുന്നോട്ട് വെച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ആ ചർച്ചകൾ തുർക്കിയും ഈജിപ്തും അതോടൊപ്പം തന്നെ ഖത്തറും ഈ 3 മധ്യസ്ഥ രാജ്യങ്ങളും അമേരിക്കയുമാണ് കെയ്റോയിൽ ചർച്ച പൂർത്തീകരിച്ചത്. ആ ചർച്ചയുടെ ഭാഗമായിട്ട് ഏതാണ്ട് 10 ദിവസത്തോളം ഹമാസ് സംഘം കെയ്റോയിൽ തന്നെ ഉണ്ടായിരുന്നു. അവരുമായിട്ട് പലവട്ടം ചർച്ചകൾ നടന്നു. അപ്പം അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ഇനിയും ഔദ്യോഗികമായി തന്നെ മധ്യസ്ഥ രാജ്യങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും ഈ ആഴ്ച തന്നെ മിക്കവാറും അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ചർച്ച നടക്കും. ആ ചർച്ചയ്ക്ക് തുടർന്ന് മാത്രമായിരിക്കും ഇനി വെടിനിർത്തലിന്റെ തുടർഘട്ടങ്ങൾ സംബന്ധിച്ച ഒരു തീർപ്പിലേക്ക് നീങ്ങുക. നാസർ, മറ്റൊരു കാര്യം, ഈ കൈക്കൂലി, അതുപോലെ തട്ടിപ്പ്, വിശ്വാസവഞ്ചന തുടങ്ങി നിരവധി കേസുകളാണ് നെതന്യാഹുവിന് മേൽ ചുമത്തപ്പെട്ടിട്ടുള്ളത്. ഈ വിഷയങ്ങളിലൊക്കെ എന്താണ് നെതന്യാഹുവിന്റെ ഒരു നീക്കമെന്ന് പറയുന്നത്? ഇതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു തീരുമാനമെന്നുണ്ടായിരിക്കുന്നത് പ്രസിഡന്റ് ഹെർസോഗിന് കത്ത് കൈമാറിയിരിക്കുന്നു. നെതന്യാഹു എനിക്ക് മാപ്പ് നൽകണം എന്നാണ് ആ കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം ഇനിയും ഈ നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക ദുഷ്കരമാണ്. കാരണം ഈ ആഴ്ച തന്നെ ചുരുങ്ങിയത് ഒരു 3 ദിവസമെങ്കിലും ഈ കോടതിയിൽ കഴിച്ചു കൂട്ടേണ്ട ഒരു സാഹചര്യം വന്നുപെട്ടു. അത് തൻ്റെ ഭരണനിർവഹണത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തനിക്ക് മാപ്പ് നൽകണമെന്ന് ഇതാദ്യമായി തന്നെ നെതന്യാഹു രേഖാമൂലം തന്നെ പ്രസിഡന്റ് ഹെർസോഗിന് ഇന്ന് കത്ത് കൈമാറി. തങ്ങൾക്ക് ലഭിച്ച കത്ത് നീതിന്യായ മന്ത്രാലയത്തിന് വിട്ടിരിക്കുകയാണ് എന്ന ഒരു ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണമാണ് പ്രസിഡന്റിന്റെ ഓഫീസിൽ നിന്നും അറിയിച്ചിരിക്കുന്നത്. ഇനി നീതിന്യായ മന്ത്രാലയം അതിന്റെ സാങ്കേതികമായിട്ടുള്ള നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് ആ വിവരം പ്രസിഡന്റിന് കൈമാറും. പക്ഷേ പ്രസിഡന്റ് മാത്രം അങ്ങനെ ഏകപക്ഷീയമായിട്ട് ഒരു മാപ്പ് നൽകുന്ന ഒരു അവസ്ഥ ഉണ്ടാകില്ല. അത് നിയമപരമായിട്ടുള്ള ഇസ്രായേൽ സംവിധാനങ്ങളെ അട്ടിമറിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ആകെയുള്ള ഒരു മാർഗം എന്നത് ഈ നെതന്യാഹു പൂർണ്ണമായിട്ടും മാപ്പ് പറയുകയും അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കണം എന്ന ഒരു ഉപാധിയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് യായർ ലാപ്പിഡ് പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതല്ലാത്ത സാഹചര്യത്തിൽ ഒരിക്കലും ഈ മാപ്പ് നിലനിൽക്കുകയില്ല, അതിന് തങ്ങൾ അനുവദിക്കുകയില്ല. അത് ഇസ്രായേലിന്റെ തന്നെ നിയമ സംവിധാനത്തെ അട്ടിമറിക്കുന്നതിന് തുല്യമാണ്. കാരണം ഇദ്ദേഹം വലിയ തോതിലുള്ള തെറ്റുകളാണ് ചെയ്തിരിക്കുന്നത്. നെതന്യാഹു ഏതാണ്ട് 6 വർഷം മുമ്പാണ്
സംഭവമാണ് ഈ കേസിന് ആധാരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതുമാത്രമല്ല, ആ കേസിൽ പല തലങ്ങളിലുള്ള വിശ്വാസവഞ്ചന നടന്നു, തട്ടിപ്പ് നടന്നു, കൈക്കൂലി നൽകി. ആ കൈക്കൂലി നൽകിയത് പോലും ചില പത്രസ്ഥാപനങ്ങൾക്കാണ്. തൻ്റെ ഇമേജ് പൊലിപ്പിച്ചെടുക്കാൻ വേണ്ടിയുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കം എന്ന നിലയ്ക്കാണ് ചില പത്രസ്ഥാപനങ്ങൾക്ക് നെതന്യാഹു ഔദ്യോഗികമായി തന്നെ കൈക്കൂലി കൈമാറിയിരിക്കുന്നത്. അത്തരം കാര്യങ്ങൾ വലിയ വൻതുകയുടെ ഇടപാടുകൾ നടന്ന സംഭവമുണ്ട്. ഇതിനൊക്കെയും ആധികാരികമായിട്ടുള്ള തെളിവുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടക്കുന്ന കോടതി നടപടികൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപക്ഷെ ജീവപര്യന്തം തടവിന് പോലും ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാവും. അത് മറികടക്കാൻ വേണ്ടിയാണ് നേരത്തെ ട്രംപിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ട്രംപിനെ കൊണ്ട് ഇസ്രായേൽ പ്രസിഡന്റിന് കത്ത് എഴുതി. 2 തവണയാണ് ട്രംപ് ഇസ്രായേൽ പ്രസിഡന്റിന് കത്ത് കൈമാറിയത്. എത്രയും പെട്ടെന്ന് നെതന്യാഹുവിന് ഈ പൂർണ്ണമായിട്ടും ഒരു മാപ്പ് നൽകണമെന്നായിരുന്നു കത്തിൽ ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ ഒരു പുറം രാജ്യവും പിന്നത്തുള്ള രാഷ്ട്രീയ നേതൃത്വവും ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നത് ആഭ്യന്തരമായിട്ടുള്ള ഒരു കൈകടത്തലാണ്. അത് അംഗീകരിക്കാനാവില്ല എന്ന് പ്രതിപക്ഷ പാർട്ടികൾ ഒരുമിച്ച് തീരുമാനമെടുത്തു. ഈ ഘട്ടത്തിലും അതുതന്നെയാണുള്ളത്. ഒരു നിലയ്ക്കും നെതന്യാഹുവിന്റെ മാപ്പ് സ്വീകരിക്കാൻ പാടില്ല. ഇനി മാപ്പ് സ്വീകരിക്കുകയാണെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കണമെന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു ഉപാധിയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതൃത്വം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, ഇസ്രായേലിന്റെ ഭാവി രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായിട്ടുള്ള നീക്കങ്ങളായിരിക്കും വരും ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നത്. MC നാസറാണ് ദുബൈയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകളിലേക്ക് കടക്കാം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബൈയിലെത്തി. 3 ദിവസത്തെ സന്ദർശനത്തിനെത്തിയ മുഖ്യമന്ത്രി ഇന്ന് UAE മന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തി. UAE ക്യാബിനറ്റ് കാര്യ വകുപ്പ് മന്ത്രി മുഹമ്മദ് അൽ ഗർഗാവി, ടൂറിസം മന്ത്രി അബ്ദുള്ള ബിൻ തൗക്ക് അൽമാരി, വിദേശ വ്യാപാര മന്ത്രി താനി ബിൻ അഹമ്മദ് അൽ സയ്യൂദി എന്നിവരുമായാണ് കൂടിക്കാഴ്ച നടത്തിയത്. നാളെയാണ് മുഖ്യമന്ത്രിയുടെ പൊതുപരിപാടി. ഷിനോജ് ഷംസുദ്ദീൻ ദുബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷിനോജ്, എപ്പോഴാണ് മുഖ്യമന്ത്രി UAEയിലെത്തിയത്? എന്തൊക്കെ പരിപാടികളാണ് ചാർട്ട് ചെയ്തിരിക്കുന്നത്? ഇന്നത്തെ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ എങ്ങനെ? അമൃത, ഇന്ന് രാവിലെയാണ് 3 ദിവസത്തെ പരിപാടികൾക്കായി മുഖ്യമന്ത്രി ദുബൈയിലെത്തിയത്. അദ്ദേഹം ഹോട്ടലിലാണ് താമസിക്കുന്നത്. ഹയാത്ത് ഹോട്ടലിലാണ് അദ്ദേഹത്തിൻ്റെ താമസ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഇന്ന് പ്രധാനമായും നടന്നത് UAE മന്ത്രിമാരുമായുള്ള കൂടിക്കാഴ്ചയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ 3 വകുപ്പുകളുടെ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം അതോടൊപ്പം തന്നെ അബുദാബി ഇൻവെസ്റ്റ്മെന്റ് ഓഫീസ് ഡയറക്ടർ ജനറൽ ബദറൽ ഉലമ, വിദേശ വ്യാപാര വകുപ്പ് അണ്ടർ സെക്രട്ടറി ഫഹദ് അൽ ഗർഗാവി എന്നിവരുമായും മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കൊപ്പം സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ, അതേപോലെ ചീഫ് സെക്രട്ടറി ജയതിലക്, നോർക്ക വൈസ് ചെയർമാൻ MA യൂസഫ് അലി, ദുബൈയിലെ ഇന്ത്യൻ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ചീവൻ, ബുർജിൽ ഹോൾഡിംഗ് ചെയർമാൻ ഷംസീർ വയലിൽ, വ്യാപാര രംഗത്തുള്ള പ്രമുഖർ എന്നിവരൊക്കെ ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിരുന്നു. ഇനി നാളെയാണ് മുഖ്യമന്ത്രിയുടെ പൊതുപരിപാടി നടക്കുന്നത്. അതിനു മുമ്പ് രാവിലെ 11 മണിക്ക് വ്യാപാര പ്രമുഖരുമായി ഉള്ള ഒരു കൂടിക്കാഴ്ചയുണ്ട്. അത്തരമൊരു ബിസിനസ് മീറ്റിൽ കൂടി മുഖ്യമന്ത്രി നാളെ രാവിലെ 11 മണിക്ക് പങ്കെടുക്കുന്നുണ്ട്. വൈകുന്നേരം 6:30 അമിറ്റി സ്കൂളിലാണ് UAE ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന കേരളോത്സവത്തിൽ മുഖ്യമന്ത്രി സംസാരിക്കുന്നത്. 1 മണിക്കൂറിലേറെ മുഖ്യമന്ത്രി അവിടെ പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്യും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏതാണ്ട് 1 ലക്ഷത്തോളം പേർ എത്തുന്ന ഒരു പരിപാടിയായിട്ടാണ് ഇത് സംഘടിപ്പിക്കുന്നത്. പക്ഷേ രാഷ്ട്രീയമായി ഈ പരിപാടി ബഹിഷ്കരിക്കുമെന്ന് KMCCയും അതേപോലെ ഇൻകാസും അറിയിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗിൻ്റെ പ്രവാസി കൂട്ടായ്മയാണ് KMCC, അതേപോലെ കോൺഗ്രസിൻ്റെ പ്രവാസി കൂട്ടായ്മയാണ് ഇൻകാസ്. ഇവർ രണ്ടുപേരും ഈ പരിപാടികൾ ബഹിഷ്കരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മറ്റന്നാളും മുഖ്യമന്ത്രിക്ക് ചെറിയ പരിപാടികൾ ദുബൈയിലുണ്ട്. അതിനുശേഷം മറ്റന്നാൾ തന്നെ മുഖ്യമന്ത്രി നാട്ടിലേക്ക് മടങ്ങും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അമൃത. ശരി, ഷിനോജ് ഷംസുദ്ദീനാണ് വിവരങ്ങൾ നൽകിയത്. ഖത്തർ വേദിയാകുന്ന FIFA അറബ് കപ്പിന് നാളെ തുടക്കം. 4 ഗ്രൂപ്പുകളിലായി 16 ടീമുകൾ ടൂർണമെന്റിൽ മാറ്റുരയ്ക്കും. ലോകകപ്പ് നടന്ന 6 സ്റ്റേഡിയങ്ങളിലാണ് പോരാട്ടങ്ങൾ നടക്കുക. ഡിസംബർ 18-നാണ് കലാശപ്പോര്. വിവരങ്ങൾ നൽകാനായി ദോഹയിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ് ചേരുന്നുണ്ട്. അബ്ബാസ്, നാളെയാണ് അറബ് കപ്പ് തുടങ്ങുന്നത്. എത്ര ദിവസങ്ങളിലായാണ് ക്രമീകരിച്ചിരിക്കുന്നത്? എത്ര ടീമുകൾ മാറ്റുരയ്ക്കുന്നുണ്ട്? വിവരങ്ങൾ എന്തൊക്കെ?
നമ്മളിപ്പോൾ നിൽക്കുന്നത് ദോഹയിലെ വളരെ പ്രധാനപ്പെട്ട സൂക്കായ സൂക്ക് വാക്കിഫിലാണ്. ഇപ്പോൾ നമുക്ക് കാണാവുന്ന പോലെ ഈ അറബ് കപ്പിൻ്റെ ഒരു ആവേശം എൻ്റെ പിന്നിൽ കാണാം. ഇവിടുത്തെ ആരാധകർ ഒത്തുചേർന്ന ഒരു വലിയ ആഘോഷ പരിപാടി തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെയാണ് ഉദ്ഘാടന മത്സരം നടക്കുന്നത്. അത് ഖത്തർ മത്സരിക്കുന്നുണ്ട്. അതുപോലെ ഖത്തറിനെതിരെ ഫലസ്തീനും നാളത്തെ ഉദ്ഘാടന മത്സരത്തിൽ മത്സരിക്കുന്നുണ്ട്. ആദ്യ മത്സരം ട്യൂണീഷ്യയും സിറിയയും തമ്മിലാണ്. ട്യൂണീഷ്യയുടെ ആരാധകരാണ് നിലവിൽ ഇവിടെ ഈ സൂക്ക് വാക്കിഫിനെ ഇത്രയും സാംസ്കാരിക സമ്പന്നമാക്കി മുദ്രാവാക്യങ്ങളോടുകൂടെ അവരുടെ ചാൻഡുകളോടുകൂടെ ഇവിടെ സജീവമാക്കി നിലനിർത്തുന്നത്. സൂക്ക് വാക്കിഫിൽ എല്ലാ ദിവസവും ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ നടക്കാറുണ്ട്. ഇവിടെയുള്ള ഓരോ ടീമുകളുടെയും സാംസ്കാരിക ആഘോഷങ്ങൾ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ട്യൂണീഷ്യൻ ആരാധകർ ഏറെ നൂറുകണക്കിന് ട്യൂണീഷ്യൻ ആരാധകർ ഇവിടെ വന്ന് അവരുടെ ചാൻഡുകൾ മുഴക്കുന്നത്, അവർ ഈ സാംസ്കാരിക പരിപാടിയുടെ ഭാഗമാകുന്നത്. ഖത്തർ എങ്ങനെയാണ് ഒരു കായിക ടൂർണമെൻറ്റ്, ഒരു കായിക മത്സരത്തെ ഒരു സാംസ്കാരിക ആഘോഷമാക്കി മാറ്റുന്നതിൻ്റെ ഒരു വളരെ നമ്മുടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു തെളിവാണ് നമ്മളിപ്പോൾ സൂക്ക് വാക്കിഫിൽ കാണുന്നത്. നാളെ ഉദ്ഘാടന മത്സരം ട്യൂണീഷ്യയും സിറിയയും തമ്മിലാണ്. രണ്ടാമത്തെ മത്സരം ഖത്തറും അതുപോലെ ഫലസ്തീനും തമ്മിലാണ്. നമുക്ക് ഫലസ്തീനിലെയൊക്കെ സംഘർഷങ്ങളുടെ യുദ്ധത്തിൻ്റെ സാഹചര്യമൊക്കെ അറിയാം. ആ സാഹചര്യങ്ങൾക്കിടയിലാണ് ഫലസ്തീൻ അറബ് കപ്പിൽ പന്ത് തട്ടാനെത്തുന്നത് എന്നുള്ള സവിശേഷത കൂടി, ആ രാഷ്ട്രീയ സാഹചര്യം കൂടിയുണ്ട്. സിറിയയിലെ രാഷ്ട്രീയ പശ്ചാത്തലവും നമുക്കറിയാം. ഇങ്ങനെ സംഘർഷങ്ങളുടെ ഭൂമികയിൽ നിന്നുള്ള രാജ്യങ്ങൾ ഇവിടെ അറബ് കപ്പിലേക്ക് പന്ത് തട്ടുന്ന ഒരു രാഷ്ട്രീയ പ്രാധാന്യം കൂടി ഈ അറബ് കപ്പിനുണ്ട്. ഇന്നു മുതൽ ഡിസംബർ 18 വരെയാണ് ഈ അറബ് കപ്പിൻ്റെ നിശ്ചിത സമയമെന്ന് പറയുന്നത്. ഈ സമയത്തിനുള്ളിൽ 4 ഗ്രൂപ്പുകളിലായി 16 ടീമുകളാണ് ആഫ്രിക്കയിൽ നിന്നും അറബ് ലോകത്തു നിന്നും പങ്കെടുക്കുന്നത്. അടുത്ത ലോകകപ്പിൽ പങ്കെടുക്കുന്ന 7 രാഷ്ട്രങ്ങൾ, ലോകകപ്പിലേക്ക് ക്വാളിഫൈ ചെയ്ത 7 രാഷ്ട്രങ്ങൾ കൂടി ഈ അറബ് കപ്പിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളത് ഈ അറബ് കപ്പിൻ്റെ ഒരു പ്രാധാന്യത്തെ വിളിച്ചോതുന്നത് കൂടിയാണ്. ഏതായാലും അണ്ടർ 17 ലോകകപ്പിൻ്റെ ആരവങ്ങൾ ഒടുങ്ങുന്നതിന് മുമ്പാണ് അടുത്ത ഒരു ടൂർണമെൻറ്റിൻ്റെ ആഘോഷങ്ങളിൽ കൂടി ഖത്തർ കടക്കുന്നത്. ഖത്തറിന് ഇത് വെറും ഒരു സ്പോർട്സ് ടൂർണമെൻറ്റ് മാത്രമല്ല, ഇത് വിവിധ സംസ്കാരങ്ങളും അതുപോലെ പൈതൃകങ്ങളും വിവിധ സമ്പന്നമായ കലാ പൈതൃകങ്ങളൊക്കെ ഒരുമിക്കുന്ന ഒരു സംഗമ വേദി കൂടിയാണ്. അതാണ് ശരിക്ക് നമുക്ക് ഈ സൂക്ക് വാക്കിഫിലെ ഇന്നിവിടെ നിൽക്കുന്ന സൂക്ക് വാക്കിഫിൽ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഖത്തർ ഫുട്ബോളിൻ്റെ അതിൻ്റെ ഏറ്റവും മനോഹരമായ ആഘോഷങ്ങളിലേക്ക് ഒരിക്കൽ കൂടി കടക്കുകയാണ്. പൊതുമേഖലയിലെ പ്രവാസി നിയമനം സംബന്ധിച്ച നിയന്ത്രണം കർശനമാക്കണമെന്ന നിലപാടിൽ ഉറച്ച് ബഹ്റൈനിലെ എംപിമാർ. നിർദ്ദേശത്തെ എതിർത്ത ശൂറ കൌൺസിൽ തീരുമാനത്തെയും എംപിമാർ തള്ളി. സ്വദേശികളുടെ തൊഴിലവസരങ്ങൾ സംരക്ഷിക്കുന്നതിന് ഭേദഗതി ആവശ്യമാണെന്നാണ് പാർലമെന്റ് അംഗങ്ങളുടെ വാദം. ബഹ്റൈനിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ പ്രവാസികളുടെ നിയമനത്തിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള പാർലമെന്റ് നിർദ്ദേശം ശൂറ കൌൺസിൽ തള്ളിയതിനെതിരെ എംപിമാർ രംഗത്ത്. സ്വദേശി പൗരന്മാരുടെ തൊഴിലവസരങ്ങൾ സംരക്ഷിക്കുന്നതിന് ഈ പരിഷ്കരണം അനിവാര്യമാണെന്നാണ് പാർലമെന്റ് അംഗങ്ങളുടെ നിലപാട്. സിവിൽ സർവീസ് നിയമത്തിലെ ആർട്ടിക്കിൾ 11 വരുത്താൻ ഉദ്ദേശിക്കുന്ന ഭേദഗതി പ്രകാരം ഒരു പ്രവാസി തൊഴിലാളിയെ നിയമിക്കുന്നതിന് മുൻപ് യോഗ്യനായ ബഹ്റൈൻ ഉദ്യോഗാർത്ഥി ഇല്ലെന്ന് മന്ത്രാലയങ്ങളും സർക്കാർ ഏജൻസികളും ഉറപ്പാക്കേണ്ടതുണ്ട്. മിനിമം യോഗ്യതയായി ബിരുദാനന്തര ബിരുദം, 10 വർഷത്തെ പ്രവൃത്തി പരിചയം എന്നീ യോഗ്യതകളും പ്രവാസി ഉദ്യോഗാർത്ഥിക്ക് ഉണ്ടായിരിക്കണം. ഇതിനു പുറമെ കരാർ അടിസ്ഥാനത്തിൽ ഒരു സ്വദേശി ജീവനക്കാരന് പ്രവാസി തൊഴിലാളി പരിശീലനവും നൽകണം. രാജ്യത്തെ സർക്കാർ ജോലികളിൽ പ്രഥമ പരിഗണന ബഹ്റൈൻ പൗരന്മാർക്കായിരിക്കണം. യോഗ്യതയുള്ള പൗരന്മാർക്ക് സർക്കാർ ജോലികൾ ലഭിച്ച ശേഷം മാത്രമേ വിദേശികളെ നിയമിക്കാൻ പാടുള്ളൂ. ഇക്കാര്യം ഉറപ്പാക്കുകയാണ് നിർദ്ദേശത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് പാർലമെന്റ് നിയമകാര്യ സമിതി ചെയർമാനായ MP മഹമ്മൂദ് ഫർദാൻ പറഞ്ഞു. മീഡിയ 1 ബഹ്റൈൻ. കുവൈത്തിലെ എല്ലാ വിദ്യാഭ്യാസ മേൽനോട്ട സ്ഥാനങ്ങളിലും ഈ അധ്യയന വർഷം അവസാനത്തോടെ പൂർണ്ണമായി സ്വദേശിവൽക്കരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. നിലവിൽ മേൽനോട്ട ചുമതലയിൽ പ്രവർത്തിക്കുന്ന വിദേശി ജീവനക്കാരുടെ വിവരങ്ങൾ മന്ത്രാലയം ശേഖരിക്കുന്നുണ്ട്. പ്രൊമോഷൻ ടെസ്റ്റ് വിജയിച്ച സ്വദേശി അധ്യാപകരെ ഒഴിവുകളിലേക്ക് ഉൾപ്പെടുത്താനാണ് പദ്ധതി. ജോലി പരിചയം, പരിശീലന കോഴ്സുകൾ, പ്രത്യേക പരിപാടികളിലെ പങ്കാളിത്തം എന്നിവയാണ് പുതിയ മാനദണ്ഡങ്ങൾ. അപേക്ഷകരുടെ തരംതിരിക്കൽ ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. കുവൈറ്റ് വർക്ക് പെർമിറ്റിലെ വിദ്യാഭ്യാസ യോഗ്യത മാറ്റുന്നതിൽ പ്രവാസി തൊഴിലാളികൾക്ക് വലിയ ആശയക്കുഴപ്പമാണ്.
രാജ്യത്തെത്തിയതിനു ശേഷമുള്ള ബിരുദ സിസ്റ്റം അംഗീകരിക്കാത്തതും പുതിയ കമ്പനിക്ക് മാറ്റം നടത്താൻ കഴിയാത്തതുമാണ് പ്രധാന കാരണം. യോഗ്യത അപ്ഡേറ്റ് ചെയ്യാനുള്ള ലഭ്യമായ വഴികൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അജയ് കുഞ്ഞുമോൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. അജയ് സൂചിപ്പിച്ചതുപോലെ വലിയ ആശങ്കയിലാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പലരും ഉള്ളത്. എങ്ങനെ പരിഹരിക്കാൻ നമുക്കിത്? തീർച്ചയായിട്ടും അമൃത, ഗുഡ് ഈവനിങ്. വലിയ ആശങ്കയിൽ തന്നെയാണ് ഉദ്യോഗാർത്ഥികൾ ഉള്ളത്. ഈ പ്രശ്നത്തിന് എങ്ങനെയാണ് പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് നമുക്ക് നോക്കാം. വിദ്യാഭ്യാസ യോഗ്യത എങ്ങനെയാണ് മാറ്റുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായും നോക്കുന്നത്. ഈ നിലവിലെ പ്രശ്നത്തിന് കാരണം എന്താണ്? അമൃത സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് തൊഴിൽ വിസയിൽ എത്തിയ ശേഷം നേടിയ ബിരുദം പാം സിസ്റ്റം വഴി അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത്. ബിരുദം നൽകാൻ ശ്രമിക്കുമ്പോൾ സിസ്റ്റം മിസ്മാച്ച് കാണിക്കുന്നുണ്ട് എന്നുള്ളത് വലിയ പ്രശ്നമാണ്. തൊഴിൽ വിസയിൽ എത്തിയ ശേഷം നേടിയ ബിരുദം പാം സിസ്റ്റം അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് അതിൽ പ്രതിസന്ധി വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത്. അത് വലിയ തലത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. സാധുവായി കണക്കാക്കുന്നത് വർക്ക് പെർമിറ്റ് നൽകിയ സമയത്തെ യോഗ്യത മാത്രമാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഈ നിയന്ത്രണം 2025 മുതലാണ് പ്രാബല്യത്തിൽ വന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയുന്നത്. യോഗ്യത മാറ്റാനാകുന്നത് ആർക്കാണ് എന്നാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. യോഗ്യത മാറ്റത്തിന് അപേക്ഷിക്കേണ്ടത് ആദ്യമായി വർക്ക് പെർമിറ്റ് നൽകിയ കമ്പനിയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പുതിയ കമ്പനിക്ക് നേരിട്ട് ഈ യോഗ്യത മാറ്റാൻ അപ്ഡേറ്റ് നടക്കുകയില്ല. അവർക്ക് കമ്പനിക്ക് നേരിട്ട് അപ്ഡേറ്റ് ചെയ്യാനാകില്ല എന്നുള്ളതാണ് വസ്തുത. തൊഴിലാളിയുമായി ബന്ധപ്പെടേണ്ടത് പഴയ കമ്പനിയുമായിട്ടാണ് ബന്ധപ്പെടേണ്ടത്. ഈ യോഗ്യത മാറ്റാൻ കഴിയുന്നത് പഴയ കമ്പനിക്ക് മാത്രമാണ്. അതുകൊണ്ട് യോഗ്യത മാറ്റാനാകുന്നത് ആർക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊഴിലാളി ബന്ധപ്പെടേണ്ടത് പഴയ കമ്പനിയുമായിട്ടാണ് ബന്ധപ്പെടേണ്ടത്. പരിഹാരം എന്ത് എന്നുള്ളതാണ് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. പാം ആഭ്യന്തര മന്ത്രാലയത്തിൽ കത്ത് നൽകുക, കോവിഡ് പോലുള്ള സാഹചര്യത്തിൽ വിശദീകരിച്ച രേഖകൾ സമർപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പരിഹാര മാർഗങ്ങളിൽ ഒന്ന്. രണ്ടാമത്തത്, പുതിയ കമ്പനി പഴയ കമ്പനിയോട് അഭ്യർത്ഥിക്കുക. നോട്ടറൈസ് ചെയ്ത രേഖകൾ ചേർത്താൽ പ്രക്രിയ വേഗത്തിലാകും എന്നാണ് ഇതിൻ്റെ പരിഹാര മാർഗങ്ങളിൽ രണ്ടാമത്തത്. മൂന്നാമതായി, പാം ഓഫീസിൽ നേരിട്ട് പോകുക. ബിരുദ സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, വർക്ക് പെർമിറ്റ് എന്നിവ കൈവശം ഉണ്ടാകണം എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. 2025 പുതിയ നിയമം എന്താണെന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ചില അക്കാദമിക് യോഗ്യതാ മാറ്റങ്ങൾ പാം താൽക്കാലികമായി തടഞ്ഞിട്ടുണ്ട്. പുതിയതായി ജോലിക്കെത്തിയവർക്കും സ്വകാര്യ മേഖലയിലേക്ക് മാറിയവർക്കും ഇത് ബാധകമാണ്. വർക്ക് പെർമിറ്റ് സിസ്റ്റം ദുരുപയോഗം തടയൽ, ജോലി യോഗ്യതാ പൊരുത്തം ഉറപ്പാക്കൽ എന്നിവയാണ് ഇതിൻ്റെ ലക്ഷ്യം. ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, പുതിയ ബിരുദം നിലവിലെ ജോലിയുമായി പൊരുത്തപ്പെടുമെങ്കിൽ മാത്രം മാറ്റം അംഗീകരിക്കും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പുതിയ നിർദ്ദേശങ്ങൾ വരും വരെ നിയന്ത്രണത്തിന് പുറത്തുള്ള അപേക്ഷകൾ നിരസിക്കപ്പെടും എന്നുള്ളതാണ് ഈ വർക്ക് പെർമിറ്റുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അമൃത, എയർബസ് A320 വിമാനങ്ങൾക്ക് പുറത്തിറക്കിയ പ്രത്യേക സുരക്ഷാ നിർദ്ദേശത്തിന് പിന്നാലെ വിമാനങ്ങൾക്ക് അടിയന്തര അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി സൗദിയിലെ എയർലൈൻ കമ്പനികൾ. വിമാനത്തിന്റെ സോഫ്റ്റ്വെയർ ഡേറ്റ ലീക്ക് അടക്കമുള്ള പ്രശ്നങ്ങളായിരുന്നു കാരണം. വിമാന സർവീസുകൾക്ക് തടസ്സമാകാതെയാണ് പ്രവർത്തനം പൂർത്തിയാക്കിയത്. കാലതാമസമോ യാത്രാ റദ്ദാക്കലോ ഇല്ലാതെ വിമാന സർവീസുകൾ പതിവ് ഷെഡ്യൂൾ അനുസരിച്ച് തുടരുമെന്നും കമ്പനി പ്രതിനിധികൾ അറിയിച്ചു. റിയാദിൽ നിന്ന് മിഷാൽ ചെർപ്പളശ്ശേരി വിശദമായ വിവരങ്ങൾ നൽകും. മിഷാൽ ചെർപ്പളശ്ശേരി ചേരുന്നുണ്ട്. മിഷാൽ, ഇതിപ്പോൾ ഈ പ്രത്യേക സുരക്ഷാ നിർദ്ദേശത്തിന് പിന്നാലെയാണ് അടിയന്തര അറ്റകുറ്റപ്പണികളൊക്കെ നടത്തേണ്ടി വന്നിരുന്നത്. യാത്രക്കാർക്ക് വലിയ തടസ്സങ്ങളൊന്നും നേരിടാതെ തന്നെയാണോ കമ്പനികൾ ഇതൊക്കെ പൂർത്തിയാക്കിയത്? വിമാന നിർമ്മാണ കമ്പനിയായ എയർബസ് തങ്ങളുടെ A320 വിഭാഗത്തിൽപ്പെട്ട വിമാനങ്ങൾ തിരികെ വിളിച്ചിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. മാത്രമല്ല, ഇത്തരം ഫ്ലൈറ്റുകൾ ഉപയോഗിക്കുന്ന കമ്പനികൾക്ക് സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാനുള്ള മുന്നറിയിപ്പും നൽകിയിരുന്നു. ഡാറ്റ ലീക്കേജ് ഉൾപ്പെടെയുള്ള സോഫ്റ്റ്വെയർ പ്രശ്നങ്ങൾ കണ്ടെത്തിയതിനാലാണ് ഇത്തരമൊരു മാർഗനിർദ്ദേശം നൽകിയത്. ഇത്തരം പ്രശ്നങ്ങൾ യാത്രക്കിടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകും വിധം വരാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരമൊരു നടപടി എയർബസ് സ്വീകരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് സൗദിയിലെ പ്രധാന എയർലൈനുകളായ സൗദിയ,
ഫ്ലൈനാസ്, ഫ്ലൈഅദിൽ ഉൾപ്പെടെയുള്ള പ്രധാന എയർലൈൻ കമ്പനികൾ യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകും വിധം ഒരു സർക്കുലർ ഇറക്കിയിരുന്നു. ഈ സോഫ്റ്റ്വെയർ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വരെ യാത്രകൾ റദ്ദ് ചെയ്യാനോ അതല്ലെങ്കിൽ യാത്രാ സമയം വൈകാനോ ഉള്ള സാധ്യതാ മുന്നറിയിപ്പായിരുന്നു ഈ ഒരു സർക്കുലറിൽ ഉണ്ടായിരുന്നത്. ആ ഒരു സർക്കുലർ കഴിഞ്ഞ ദിവസമാണ് കമ്പനികൾ പുറത്തിറക്കിയത്. ഈ ഒരു സർക്കുലർ പുറത്തിറങ്ങിയതോടെ മലയാളികളടക്കമുള്ള പ്രവാസികൾ വളരെയധികം ആശങ്കയിലായിരുന്നു. കാരണം ഫ്ലൈനാസ് പോലുള്ള സൗദിയ പോലുള്ള എയർലൈൻ കമ്പനികൾ നിരന്തരമായി കേരളത്തിലെ കൊച്ചി, തിരുവനന്തപുരം തുടങ്ങിയ പ്രധാന വിമാനത്താവളങ്ങളിലേക്ക് സേവനം നൽകുന്ന കമ്പനികളാണ്. എന്തായാലും ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന വാർത്ത ഈ ഒരു ആശങ്കക്ക് വകയില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ കമ്പനികൾ തന്നെ അറിയിച്ചിരിക്കുകയാണ് ഈ ഒരു സോഫ്റ്റ്വെയർ പ്രശ്നം നിലവിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് സർവീസുകളൊന്നും റദ്ദ് ചെയ്യേണ്ട ആവശ്യമില്ലാതെ തന്നെ ഈ ഒരു സോഫ്റ്റ്വെയർ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് നിലവിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യാത്ര റദ്ദ് ചെയ്യാനോ അതല്ലെങ്കിൽ യാത്ര വൈകാനോ ഉള്ള സാഹചര്യം തീർച്ചയായിട്ടും ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷെഡ്യൂളുകൾ പഴയപടി ഇന്ന് അർദ്ധരാത്രിയോടെ പഴയപടി സാധാരണ രീതിയിലേക്ക് തന്നെ സേവനങ്ങൾ നൽകും വിധം എത്തും എന്നുമാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള പ്രയാസങ്ങൾ അനുഭവിച്ച യാത്രക്കാരുണ്ടെങ്കിൽ അത്തരം ആളുകൾക്ക് റീബുക്കിംഗ് അടക്കമുള്ള സൗകര്യങ്ങൾ നൽകുമെന്നും ഈ ഒരു വിമാന കമ്പനികൾ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഇവിടെ അവസാനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റിയാദിൽ നിന്ന് മിഷാൽ ചെർപ്പളശ്ശേരിയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. എയർബസ് A320 വിമാനങ്ങളുടെ സാങ്കേതിക സംവിധാനങ്ങളുടെ അപ്ഡേറ്റ് പ്രവർത്തനങ്ങൾ കുവൈത്തിലെ വിമാന കമ്പനികൾ പൂർത്തിയാക്കിയതായി പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഏവിയേഷൻ അറിയിച്ചു. യാത്രക്കാരുടെയും വ്യോമയാന സുരക്ഷയിലും കുവൈത്ത് എയർലൈൻസുകൾ കാണിച്ച പ്രതികരണത്തിന് അതോറിറ്റിയുടെ വക്താവ് അബ്ദുള്ള അൽ രാജി നന്ദി രേഖപ്പെടുത്തി. A320 വിമാനങ്ങളുടെ അപ്ഡേഷൻ അന്തിമഘട്ടത്തിലായതിനാൽ ചില സർവീസുകൾക്ക് ചെറിയ കാലതാമസം നേരിടാനോ പുനഃക്രമീകരണം നടത്താനോ സാധ്യതയുണ്ടെന്നും അബ്ദുള്ള അൽ രാജി അറിയിച്ചു. റിയാദ് വിമാനത്താവളത്തിലെ ടെർമിനലുകൾ പൂർണ്ണമായും മാറുന്നു. അന്താരാഷ്ട്ര വിമാന കമ്പനികളുടെ സർവീസ് പൂർണ്ണമായും നിലവിലെ ഡൊമസ്റ്റിക് വിമാനത്താവളമായ ടെർമിനൽ 5 മാറ്റും. സൗദി വിമാന കമ്പനികളുടെ ടെർമിനലുകളും മാറുന്നുണ്ട്. 2026 പുതിയ മാറ്റങ്ങൾ നടപ്പാക്കും. 2026 ആദ്യത്തിലാണ് റിയാദ് കിങ് ഖാലിദ് വിമാനത്താവളത്തിലെ ടെർമിനലുകൾ മാറുക. യാത്രക്കാരുടെയും വിമാന കമ്പനികളുടെയും സൗകര്യം കണക്കിലെടുത്താണ് മാറ്റം. ഏറ്റവും പ്രധാന മാറ്റം നിലവിലെ ഡൊമസ്റ്റിക് ടെർമിനലായ 5 പൂർണ്ണമായും വിദേശ വിമാന കമ്പനികൾക്കായി മാറ്റുന്നു എന്നതാണ്. അതായത് എയർ ഇന്ത്യയും ഇൻഡിഗോയും ഉൾപ്പെടെ സൗദിയുടേതില്ലാത്ത എല്ലാ വിമാന സർവീസും ടെർമിനൽ 5 നിന്നാകും ഇനിയുണ്ടാവുക. ഈ വിമാനങ്ങളുടെ കണക്ഷൻ ഫ്ലൈറ്റുകളും ഇവിടെ നിന്നായിരിക്കും. ഇതോടെ ഡൊമസ്റ്റിക് അഥവാ ആഭ്യന്തര വിമാന സർവീസുകൾക്കായി നിലവിലുള്ള 3ഉം 4ഉം ടെർമിനലാകും ഉപയോഗിക്കുക. അതായത് നിലവിലുള്ള ഡൊമസ്റ്റിക് സർവീസുകൾ അന്താരാഷ്ട്ര ടെർമിനലിലേക്ക് മാറും. ടെർമിനൽ 1, 2 എന്നിവയാണ് സൗദി വിമാന കമ്പനികളുടെ അന്താരാഷ്ട്ര സർവീസിന് മാറ്റിവെച്ചിരിക്കുന്നത്. റിയാദ് എയർ, സൗദി എയർലൈൻസ്, ഫ്ലൈനാസ്, ഫ്ലൈഅദിൽ തുടങ്ങിയ കമ്പനികൾ വിദേശ സർവീസ് നടത്തുക 1, 2 ടെർമിനൽ വഴിയാകും. ഫലത്തിൽ നിലവിലെ 1 മുതൽ 4 വരെയുള്ള ഇന്റർനാഷണൽ ടെർമിനൽ പൂർണ്ണമായും സൗദി വിമാന കമ്പനികൾക്ക് വഴിമാറും. ഡൊമസ്റ്റിക് വിമാനത്താവളം അന്താരാഷ്ട്ര വിമാന കമ്പനികൾക്കും ഉപയോഗിക്കും. ടെർമിനലുകൾ മാറുന്ന തീയതി അടുത്ത വർഷം തുടക്കത്തിലാകും പ്രഖ്യാപിക്കുക. വിമാനത്താവളത്തിന്റെ ഉൾവശങ്ങളും ഇതിനു മുന്നോടിയായി നവീകരണം പൂർത്തിയാക്കുന്നുണ്ട്. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്. ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കി സൗദിയിലെ റിയാദ് എയർ ഷോ. ഹെലികോപ്റ്റർ ഉപയോഗിച്ച് ഏറ്റവും കൂടുതൽ ഫയർ വർക്ക് കാഴ്ചവെച്ചതിനാണ് നേട്ടം. സൗദി ഏവിയേഷൻ ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു എയർ ഷോ. ഷോയുടെ ഭാഗമായി വിവിധ കരാറുകൾക്കും ധാരണയായി. മൂന്ന് ദിവസം നീണ്ടുനിന്നതായിരുന്നു എയർ ഷോ. സൗദി ഏവിയേഷൻ ക്ലബ്ബായിരുന്നു സംഘാടകർ. ഇപ്പോൾ ഗിന്നസ് റെക്കോർഡിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ഷോ. ഹെലികോപ്റ്റർ ഉപയോഗിച്ച് ഏറ്റവും കൂടുതൽ ഫയർ വർക്ക് കാഴ്ചവെച്ചതിനാണ് നേട്ടം. പ്രത്യേകം തയ്യാറാക്കിയ BP-105 P-1M ഹെലികോപ്റ്ററാണ് ഇതിനായി ഉപയോഗിച്ചത്. റിയാദിൽ അൽത്തുമാമ എയർപോർട്ടിലായിരുന്നു പ്രകടനം. പൈറോടെക്നിക് പ്ലാറ്റ്ഫോമിന്റെ സഹായത്തോടെ പറക്കുന്നതിനിടെ 100 കണക്കിന് ഫയർ വർക്ക് ഷോട്ട് ചെയ്യുകയായിരുന്നു. 90-ലധികം രാജ്യങ്ങളിൽ നിന്നായി 2 ലക്ഷത്തിലധികം സന്ദർശകർ പങ്കെടുത്ത ഷോ ഇന്നലെയാണ് സമാപിച്ചത്.
150-ലധികം എക്സിബിറ്റർമാർ ഷോയുടെ ഭാഗമായി. ഇവന്റിന്റെ ഭാഗമായി 18 കരാറുകൾക്കും ധാരണയായി. ഷോയിലൂടെ 25 കോടി റിയാലിന്റെ ലാഭം നേടിയെന്നാണ് കണക്ക്. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. മയക്കുമരുന്നുകളും സൈക്കോട്രോപിക് വസ്തുക്കളും എതിരെയുള്ള കുവൈത്തിന്റെ പോരാട്ടത്തിൽ പുതിയ നിയമം വലിയ മുന്നേറ്റമാണെന്ന് ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഹദ് യൂസഫ് സൗദ് അസബ അറിയിച്ചു. മയക്കുമരുന്ന് ഇറക്കുമതി, കള്ളക്കടത്ത്, വിൽപ്പന, പ്രചാരണം തുടങ്ങിയ കുറ്റങ്ങൾക്ക് 2 ദശലക്ഷം ദിനാർ വരെ പിഴയും ജീവപര്യന്തം തടവോ വധശിക്ഷയോ വരെ ലഭിക്കാം. നിയമം 14 ദിവസം കഴിഞ്ഞ് പ്രാബല്യത്തിൽ വരും. പൊതുസമൂഹം ചേർന്നാണ് മയക്കുമരുന്ന് വിപത്തിനെ ചെറുക്കേണ്ടതെന്നും മന്ത്രി ആഹ്വാനം ചെയ്തു. ദുബൈയിൽ വ്യത്യസ്തമായ ഒരു ഡെലിവറി വാഹനത്തിന്റെയും അതിന്റെ ഉടമയുടെയും കഥയാണിനി. 45 വർഷം മുൻപ് തന്റെ 15-ാം വയസ്സിൽ UAE-യിലെത്തിയ ഒരു ഇന്ത്യക്കാരൻ തന്റെ കഠിനാധ്വാനം കൊണ്ട് ഒരു കുഞ്ഞു സാമ്രാജ്യം കെട്ടിപ്പടുത്ത സിറാജുദ്ദീൻ ഭായ്. അദ്ദേഹത്തിന്റെ റാഷിദിയയിലെ കഫറ്റീരിയയിൽ ഡെലിവറി വാഹനം റേഞ്ച് റോവറാണ്. റേഞ്ച് റോവറിൽ പാനിപൂരി കച്ചവടം നടത്തുന്ന ഒരു മുംബൈക്കാരനെയാണ് പരിചയപ്പെടുത്താനുള്ളത്. 15-ാമത്തെ വയസ്സിൽ UAE-യിലേക്ക് വന്ന, അതായത് 45 വർഷം മുമ്പ് UAE-യിലേക്ക് വന്ന ഒരു സിറാജുദ്ദീൻ ഭായ്. ഇതൊരു കഫ്റ്റീരിയ ആണ്. ആക്ച്വലി ഒരു കഫ്റ്റീരിയ കൂടി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരികയാണ്. റാഷിദിയയിലുള്ള ഇതൊരു ഹിഡൻ ജെമ്മാണ് എന്നൊക്കെ പറയാം. കാരണം അധികം ആളുകൾക്കൊന്നും അറിയാത്ത മുംബൈ സ്ട്രീറ്റ് ഫുഡാണ് ഈ ഒരു കഫ്റ്റീരിയയുടെ സ്പെഷ്യാലിറ്റി. മുംബൈയിൽ നിന്ന് വന്ന സിറാജുദ്ദീൻ ഭായ് ആണ് ഇദ്ദേഹം. ഹായ് സിറാജുദ്ദീൻ ഭായ്. സത്യത്തിൽ റാഷിദിയയിലൂടെ ഈ റേഞ്ച് റോവർ പാനിപൂരി വണ്ടി ഇങ്ങനെ പോകുന്നുണ്ട് ഒരു ക്യൂരിയോസിറ്റിൻ്റെ പുറത്താണ് ഞാൻ ഇദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത്. അപ്പോഴാണ് അറിയുന്നത് 45 വർഷം മുൻപ് അദ്ദേഹം UAE-യിലേക്ക് വന്നതാണ് മുംബൈയിൽ നിന്ന്. ആ കഥയും വളരെ രസകരമാണ്. മുംബൈയിൽ ഒരു ആൾക്കൂട്ടം കണ്ട്, അന്ന് 15 വയസ്സിൽ ഒരു ചായക്കടയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന അദ്ദേഹം ഒരാൾക്കൂട്ടം കണ്ട് ജസ്റ്റ് ഒന്ന് എത്തി വലിഞ്ഞ് നോക്കിയതാണ്. അപ്പോഴാണ് മനസ്സിലാവുന്നത് UAE-യിലേക്കുള്ള ഒരു ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ തൻ്റെ കയ്യിൽ പാസ്പോർട്ട് ഇല്ല എന്ന് പറയുന്നു. പാസ്പോർട്ട് വാങ്ങി അന്നത്തെ ഇന്ത്യൻ രൂപ ഏതാണ്ട് 4500 ഇന്ത്യൻ രൂപ കൊടുത്ത് അദ്ദേഹം ഷാർജയിലേക്ക് വരികയാണ്. ബാക്കിയുള്ള കഥ അദ്ദേഹം തന്നെ പറയും. മലയാളം അറിയാമോ? കുറച്ച് മലയാളം അറിയാം. മലയാളികളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടോ? മലയാളം എയർപോർട്ടിലാണ് എല്ലാവരും മലയാളം, ഈ പാകിസ്ഥാനി എല്ലാവരും മിക്സ് ഉണ്ട് സാർ അവിടെ. എന്തായാലും മലയാളത്തിൽ പറഞ്ഞ് കഷ്ടപ്പെടുത്തണ്ട, നമുക്ക് സിറാജുദ്ദീൻ ഭായിനോട് ഹിന്ദി തന്നെ ചോദിക്കാം. मैं माँ का फेस मेरे को नहीं मालूम. 15 साल में मैं दुबई में आया. അമ്മയുടെ മുഖം കണ്ടിട്ടില്ല. ചെറുപ്പത്തിലെ പിതാവും മരണപ്പെട്ടു. ആന്ധ്രയിലാണ് ജനിച്ചത്. സഹോദരിമാരുടെ കൂടെ മുംബൈയിലായിരുന്നു വളർന്നത്. പല ജോലികൾ ചെയ്തു. कैंटीन लाइन में काम किया, होटल में काम किया, सब जगह काम किया उधर मुंबई में बचपन में. क्यों माँ नहीं था, बाप नहीं था ना, हम पूरा ऑलराउंडर का काम. 1980-ൽ ഷാർജ എയർപോർട്ടിലാണ് എത്തുന്നത്. ഒരു രാത്രി जब भी मैं आया एकदम अंधेरा कुछ लाइट नहीं कुछ नहीं. കൺസ്ട്രക്ഷൻ ജോലിയായിരുന്നു തുടക്കത്തിൽ. 540 ദിർഹമായിരുന്നു മാസശമ്പളം. पहला तनखा 540, एक दिन का 17 दिरहम 17 रुपया रेट था. പതിയെ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു. പലതവണ പൊട്ടി, വീണ്ടും പോയി. അങ്ങനെ 5000 ദിർഹമായി ലൈസൻസ് എടുക്കാൻ. ആ ലൈസൻസ് തലവര മാറ്റി. പിന്നീട് ഒരു അറബിയുടെ വീട്ടിൽ ഡ്രൈവറായി കയറി. പതിയെ അറബി പഠിച്ചു. അവിടെ നിന്ന് ദുബൈ എയർപോർട്ടിലെ വർക്ക്ഷോപ്പ് വിഭാഗത്തിൽ PRO ജോലി കിട്ടി. दुबई एयरपोर्ट में वर्कशॉप में लगा उधर काम करने. फिर मेरे को उधर का मैनेजर था अमदान अहमद बुदीप, वो बेचारा हमको PRO बनाया. क्यों? हमको अरबी आता था, काम सब मालूम था, गाड़ी सब मालूम था चलाने के लिए. ജോലി മാത്രം പോരെന്ന് തോന്നിയപ്പോഴാണ് ഈ ലോണ്ടറി ആരംഭിക്കുന്നത്. അന്നത്തെ 5000 ദിർഹം മൂലധനത്തിൽ. പിന്നീട് അത് ബാർബർ ഷോപ്പായും കഫ്റ്റീരിയായും വളർന്നു. ഞങ്ങള് ഇടയ്ക്കിടയ്ക്ക് വരലുണ്ട്. ഈ ടൈമിലൊക്കെ ആയിട്ട് വരലുണ്ട്. ഇവളാണ് മെയിനായിട്ട് ആ നോർത്ത് ഇന്ത്യൻ ഫുഡിന്റെ മെയിനായിട്ട് ഇവൾക്ക് താല്പര്യമുള്ള കാരണമാണ് കണ്ട് വരല്. എനിക്ക് പാനിപൂരി അങ്ങനത്തെ ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എപ്പോഴും ഇവിടെ വരാറുണ്ട്. നല്ല ഫുഡാണ്. 45 വർഷം പോയതറിഞ്ഞില്ലെന്നാണ് സിറാജുദ്ദീൻ ഭായ് പറയുന്നത്. ഇപ്പോൾ കട്ടക്ക് സപ്പോർട്ടായി മകനുമുണ്ട് കൂടെ. എല്ലാ മനുഷ്യരും ഒരു പാഠപുസ്തകമാണെന്ന് പറയാറുണ്ട്. സിറാജുദ്ദീൻ ഭായിയുടെ കഠിനാധ്വാനത്തിന്റെയും സന്തോഷത്തിന്റെയും കഥയാണിത്. ദുബൈ റാഷിദിയയിൽ നിന്ന് യാസിർ അറഫാത്തിനൊപ്പം അക്ഷയ് പേരാവൂർ, മീഡിയ 1. സൗദി ദാമാമിലെ 2 പതിറ്റാണ്ട് നീണ്ട പ്രവാസ ജീവിതം മതിയാക്കി മനോജ് ചന്ദനപ്പള്ളി നാട്ടിലേക്ക് മടങ്ങി. ബിസിനസ്, കല, സാംസ്കാരികം, എഴുത്ത്, ജീവകാരുണ്യം തുടങ്ങിയ വ്യത്യസ്ത മേഖലകളിൽ കയ്യൊപ്പ് ചാർത്തിയാണ് മടക്കം. പത്തനംതിട്ട ചന്ദനപ്പള്ളി സ്വദേശിയായ മനോജ് ഒടുവിൽ സൗദി ലുലു ഹൈപ്പർ മാർക്കറ്റ് ഡെപ്യൂട്ടി ജനറൽ മാനേജറായാണ് വിരമിച്ചത്. രണ്ട് പതിറ്റാണ്ട് മുമ്പ് കൈപ്പട്ടൂർ സെന്റ് ജോർജ് മൗണ്ട് സ്കൂളിലെ അധ്യാപക ജോലി മതിയാക്കിയാണ് മനോജ് സൗദിയിലേക്ക് ചേക്കേറിയത്. തുടക്കത്തിൽ വ്യത്യസ്ത ബിസിനസ് മേഖലകളിൽ പ്രവർത്തിച്ച മനോജ് 12 വർഷം മുമ്പാണ് ലുലു ഗ്രൂപ്പിന്റെ ഭാഗമായത്.
കിഴക്കൻ സൗദിയിലെ വിവിധ ലുലു ഔട്ട്ലെറ്റുകളിലായാണ് സേവനം. 20 വർഷത്തോളം സൗദിയിൽ പ്രവാസിയായിരിക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷത്തോടുകൂടി കാണുകയാണ്. അതിൽ തന്നെ 1.5 പതിറ്റാണ്ട് ലോക മലയാളികൾക്കൊക്കെ അഭിമാനമായ MA യൂസഫ് അലിയുടെ ലുലു എന്ന ഗ്രൂപ്പിൽ വിവിധ പദവികൾ വഹിക്കാൻ കഴിഞ്ഞത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമായി കരുതുന്നു. സൗദിയുടെ മാറ്റങ്ങളെ ഉൾക്കൊണ്ട് കലാ സാംസ്കാരിക ജീവകാരുണ്യ മേഖലകളിൽ തൻ്റെ കഴിവുകളെ പ്രയോജനപ്പെടുത്താനും മനോജ് മറന്നില്ല. ഒട്ടേറെ മേഖലയിലുള്ള പുതിയ ആളുകളെ പരിചയപ്പെടാനും അവരുമായി ചേർന്ന് പ്രവർത്തിക്കുവാനും കഴിഞ്ഞത് സൗദി അറേബ്യയിലുള്ള എത്തിയതിൻ്റെ ഒരു പ്രവാസി ജീവിതം നയിച്ചതിൻ്റെ ഒരു ഭാഗ്യം കൂടിയാണ്. വിവിധ ദേശത്തെ സംസ്കാരങ്ങളെ സർവാത്മന സ്വാഗതം ചെയ്യാനുള്ള സൗദിയുടെ ഒരു വലിയ കാഴ്ചപ്പാട് തന്നെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ നടത്തുവാനും അതിൽ പങ്കാളിയാകാനും കഴിയുന്നത്. സൗദി വളരുന്ന ഒരു മാറ്റം തന്നെ പ്രവാസികൾക്കൊപ്പം ചേർന്ന ഒരു വളർച്ചയിലേക്ക് അവരെ കൊണ്ടുപോകുന്നുണ്ട്. തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അവശേഷിപ്പിച്ചാണ് പ്രവാസത്തിൽ നിന്നും മടങ്ങുന്നത്. നാട്ടിലെത്തിയ ഉടനെ അത് പൂർത്തീകരിക്കാനുള്ള ശ്രമങ്ങൾ തുടരും. ഈ പ്രവാസത്തിലിരുന്നു കൊണ്ട് തന്നെ എനിക്ക് MA യൂസഫ് അലി സാറിനെ കുറിച്ച് ഒരു പുസ്തകം എഴുതണമെന്നുള്ളത് ജീവിതത്തിൽ ഒരു വലിയ ആഗ്രഹമായിരുന്നു. അതിനുള്ള ഒരു തയ്യാറെടുപ്പിലുമായിരുന്നു. എന്നാൽ ചെറിയ ഒരു ഇടവേള ഉണ്ടായി എങ്കിൽ പോലും കഴിവതും വേഗം അദ്ദേഹത്തെക്കുറിച്ചൊരു പുസ്തകം എഴുതി പ്രസിദ്ധീകരിക്കണം എന്നത് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മോഹമായി ഞാൻ അവശേഷിപ്പിക്കുന്നത്. വരുന്ന കാലങ്ങളിലും അദ്ദേഹത്തോടൊപ്പം തന്നെ സഞ്ചരിക്കാനുള്ള ഭാഗ്യം ലഭിക്കട്ടെ എന്ന ഒരു ആഗ്രഹം കൂടിയുണ്ട്. എഴുത്തിൻ്റെയും കല സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും മേഖലയിൽ സജീവമായിരുന്ന മനോജ് വലിയ സൗഹൃദ വലയത്തിന് ഉടമ കൂടിയാണ്. നൗഷാദ് റിക്കൂർ, മീഡിയ 1, ദമ്മാം. സൗദിയിൽ നാളെ മുതൽ ശീതകാലത്തിന് തുടക്കമാകും. ഇതിന് മുന്നോടിയായി തണുത്ത കാറ്റ് സൗദിയിലേക്ക് പ്രവേശിക്കും. സൗദി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റേതാണ് അറിയിപ്പ്. വരും ദിവസങ്ങളിൽ സൗദിയുടെ വിവിധ പ്രദേശങ്ങളിൽ മഴ കനക്കുമെന്നും മുന്നറിയിപ്പിലുണ്ട്. ആരോഗ്യപ്രയാസം തടയാൻ പ്രതിരോധ കുത്തിവയ്പ്പെടുക്കാനും നിർദ്ദേശമുണ്ട്. സൗദി പതിയെ തണുപ്പിലേക്ക് വഴിമാറുകയാണ്. ഡിസംബർ 1 അഥവാ തിങ്കളാഴ്ച മുതൽ രാജ്യത്ത് ശീതകാലത്തിന് ആരംഭമാകും. നിലവിൽ രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ താപനില കുറഞ്ഞ സ്ഥിതിയാണുള്ളത്. കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട മഴ തുടരുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. മക്ക, മദീന, ഹായിൽ എന്നിവിടങ്ങളിലെ നിലവിലെ മഴ ശക്തമാവാനും സാധ്യതയുണ്ട്. ജീസാൻ, അസീർ, അൽബഹ തുടങ്ങിയ പ്രദേശങ്ങളിൽ മഴക്കൊപ്പം ഇടിയും ആലിപ്പഴ വർഷവും എത്തും. ശക്തമായ കാറ്റ്, മൂടൽമഞ്ഞ് എന്നിവയും ഇവിടങ്ങളിൽ പ്രതീക്ഷിക്കാം. മക്ക, മദീന, ഹായിൽ, തബൂക്ക്, അൽജൗഫ് പ്രദേശങ്ങളിൽ പൊടിക്കാറ്റിനുള്ള സാധ്യതയുള്ളതിനാൽ ഡ്രൈവർമാർ പ്രത്യേക ശ്രദ്ധയോടെ വാഹനമോടിക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട്. കാലാവസ്ഥാ മാറ്റവുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ മൂലം പ്രയാസമനുഭവിക്കുന്ന പ്രവാസികളടക്കമുള്ള ആളുകൾ മാസ്ക് ധരിക്കാനും പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു. മഴ കനക്കുന്നതോടുകൂടി റിയാദിലടക്കം വരും ദിവസങ്ങളിൽ തണുപ്പേറും. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. ഡിസംബറിലെ ഇന്ധനവില പ്രഖ്യാപിച്ച ഖത്തർ എനർജി. പ്രീമിയം ഗ്രേഡ് പെട്രോളിന് ലിറ്റർ 1-ന് 2 റിയാലാണ് പരിഷ്കരിച്ച നിരക്ക്. സൂപ്പർ പെട്രോളിന് 2.05 റിയാൽ. നവംബറിൽ ഇത് യഥാക്രമം 1.95, 2 റിയാൽ എന്നിങ്ങനെയായിരുന്നു. ഡീസലിന്റെ വില 2.05 തുടരും. UAE ഭരണാധികാരികളുടെ കാർ ശേഖരം മുതൽ കശ്മീർ രാജാവ് ഉപയോഗിച്ചിരുന്ന കാറുകൾ വരെ ദുബൈയിൽ 1000 മിലിയ വിന്റേജ് കാർ റാലിയുടെ 4ാമത് പതിപ്പിന് തുടക്കമായിട്ടുണ്ട്. റാലിക്ക് മുന്നോടിയായി എമിറേറ്റ്സ് ഗോൾഫ് ക്ലബ്ബിൽ നടന്ന കാർ എക്സിബിഷൻ വാഹനപ്രേമികൾക്ക് അപൂർവ വിരുന്നായി മാറി. UAEയുടെ ചരിത്രവും പാരമ്പര്യവും വിളിച്ചോതുന്ന ഭരണാധികാരികളുടെ സ്വകാര്യ കാർ ശേഖരങ്ങളും ദുബൈ പോലീസിന്റെ മെഴ്സിഡീസ് കളക്ഷനും എക്സിബിഷനിലെ പ്രധാന ആകർഷണങ്ങളായിരുന്നു. 1927 മുതലുള്ള 120-ലധികം വിന്റേജ് കാറുകളാണ് മേളയിൽ അണിനിരന്നത്. ഫെരാരി, ബുക്കാട്ടി, പോർഷെ തുടങ്ങിയ ആഡംബര വാഹനങ്ങളുടെ പഴയകാല മോഡലുകളും മേളയ്ക്ക് മാറ്റേകി. 1955-ൽ F1 ഇതിഹാസം സ്റ്റിർലിക് മോസ് ഓടിച്ച വാഹന ലോകത്തെ എക്കാലത്തെയും വലിയ അത്ഭുതങ്ങളിൽ ഒന്നായ മെഴ്സിഡീസ് ബെൻസ് 300 SLR ജർമ്മനിയിൽ നിന്നും പ്രദർശനത്തിന് എത്തിച്ചിരുന്നു. ഇന്ത്യൻ കോടീശ്വരനായ യോഹാൻ പൂനവാലയുടെ റോൾസ് റോയ്സ് കളക്ഷൻ മറ്റൊരു ആകർഷകമായി. കശ്മീർ രാജാവ് ഉൾപ്പെടെ ഉപയോഗിച്ചിരുന്ന 7 റോൾസ് റോയ്സുകൾ 100 വർഷത്തെ പാരമ്പര്യം വിളിച്ചോതുന്നതായിരുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മലയാളികൾ ഉൾപ്പെടെ വിന്റേജ് കാറുകളുമായി മേളയിലെത്തി. ഒരു ഇറ്റാലിയൻ കമ്പനി നടത്തുന്ന റാലിയാണ്. അതിൽ ഞാൻ ഇതുവരെയുള്ള എല്ലാ വർഷവും
പ്രാവശ്യം പങ്കെടുക്കാറുണ്ട്. ഈ റാലിയിൽ പങ്കെടുക്കണമെങ്കിൽ ക്ലാസിക് കാറും കയ്യിലുണ്ടാവണം. അപ്പോൾ ഞാൻ പല കാറുകളായിട്ടാണ് വരാറ്. ഇപ്രാവശ്യം ഞാൻ കൊണ്ടുവന്നിട്ടുള്ള എൻ്റെ 1964 ഷെവ്രലെ കോർവെറ്റ്. ഇതിന് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഒരു കലക്റ്റഡ് കാറാണിത്. പ്രദർശനത്തിന് ശേഷം നാളെ മുതൽ 5 ദിവസത്തെ റാലിക്ക് തുടക്കമാകും. UAE-യിലെ 7 എമിറേറ്റുകളിലൂടെയും കടന്നുപോകുന്ന 1600 കിലോമീറ്റർ നീളുന്ന റാലി ഡിസംബർ 4-ന് സമാപിക്കും. അക്ഷയ് പേരാവു, മീഡിയ വൺ, ദുബായ്. സൗദിയിൽ മീഡിയ വൺ സംഘടിപ്പിക്കുന്ന സൂപ്പർ സ്മാഷ് ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ രജിസ്ട്രേഷൻ നാളെ പൂർത്തിയാകും. തലസ്ഥാനത്തെ വിവിധ ക്ലബ്ബുകളുടെ സഹകരണത്തോടെയായിരിക്കും മത്സരങ്ങൾ റിയാദിലെ റായിദ് പ്രോ കോർട്ടാണ് വേദിയാവുക. ഡിസംബർ 11, 12 തീയതികളിലായാണ് മത്സരം. ശ്രീലങ്ക, ഫിലിപ്പീൻസ്, പാകിസ്ഥാൻ തുടങ്ങി വിവിധ രാജ്യങ്ങളിലെ കളിക്കാർ കളത്തിലിറങ്ങും. ലോകോത്തര താരങ്ങളും പ്രാദേശിക മികവുകാരും ഒരുമിച്ചണിനിരക്കുന്ന സൂപ്പർ സ്മാഷിനാണ് റിയാദ് സാക്ഷ്യം വഹിക്കാനിരിക്കുന്നത്. ഇതിനായുള്ള രജിസ്ട്രേഷൻ നാളെ അവസാനിക്കും. റിയാദിലെ റായിദ് പ്രോകോർട്ടാണ് മത്സരത്തിന്റെ വേദി. ഒരാൾക്ക് 3 കാറ്റഗറികളിൽ വരെ മത്സരിക്കാം. ക്യാഷ് അവാർഡും ട്രോഫികളും വിജയികൾക്കുണ്ടാകും. റിയാദിൽ ഒരുപാട് ടൂർണമെന്റുകൾ നമ്മൾ നടത്തിയിട്ടുണ്ടെങ്കിലും മീഡിയ വണ്ടെ ഈ ടൂർണമെന്റ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ആക്കി മാറ്റണം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മളിവിടെ ഫെഡറേഷൻ്റെയും സൗദി ബാഡ്മിൻ്റൺ ഫെഡറേഷൻ്റെ എല്ലാം സപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ സൗദി അറേബ്യ, അക്രോസ് സൗദി അറേബ്യ, റിയാദ്, ജിദ്ദ, ദമാം, അൽഅസ അങ്ങനെയുള്ള കുറേ സ്ഥലത്തു നിന്നൊക്കെ എൻട്രീസ് ഓൾറെഡി വന്നിട്ടുണ്ട്. ഒരു 500 എൻട്രീസാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതിനുള്ള ഫെസിലിറ്റി നമ്മൾ സെറ്റ് ചെയ്ത് വരുവാണ്. ഇന്ത്യ, ശ്രീലങ്ക, ഫിലിപ്പൈൻസ്, ഇന്തോനേഷ്യ, മലേഷ്യ, സൗദി, പാകിസ്ഥാൻ, സിംഗപ്പൂർ, ചൈന, സിറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള എൻട്രികളാണ് നിലവിൽ ലഭിച്ചിട്ടുള്ളത്. പുരുഷ, വനിതാ ഡബിൾസ്, മിക്സഡ് ഡബിൾസ്, ഫാമിലി ഡബിൾസ്, ജൂനിയർ വിഭാഗം മത്സരങ്ങൾ എന്നിവ ഇതിന്റെ ഭാഗമായി ഉണ്ടാകും. മീഡിയ വൺ നടത്തുന്ന ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റിന് എല്ലാവിധ ആശംസകളും. സൗദി അറേബ്യ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ടൂർണമെൻ്റ് ആയിരിക്കും ഈ നടക്കാൻ പോകുന്ന ഡിസംബർ 11th 12th നടക്കാൻ പോകുന്ന മീഡിയ വൺ ടൂർണമെൻറ്റ്. 500-ൽ പരം പാർട്ടിസിപ്പൻസാണ് ഈ കളിയിൽ മത്സരിക്കുന്നത്. എല്ലാവിധ ആശംസകളും. ഡിസംബർ 11 വൈകിട്ട് 5:30-ക്കാണ് മത്സരങ്ങളുടെ തുടക്കം. മീഡിയ വൺ, റിയാദ്. ഒമാനിൽ ആദ്യമായി പഴം പച്ചക്കറി മേഖലയിൽ FSSC 22,000 സർട്ടിഫിക്കറ്റ് നേട്ടവുമായി സുഹൂൽ അൽ ഫൈഹ. ഗ്ലോബൽ ഫുഡ് സേഫ്റ്റി ഇനിഷ്യേറ്റീവ് സ്കീമിന് കീഴിലുള്ള സർട്ടിഫിക്കേഷനാണ് സുഹൂൽ അൽ ഫൈഹ സ്വന്തമാക്കിയത്. ഉൽപ്പന്നങ്ങൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് സംഭരിക്കപ്പെടുകയും വിതരണം ചെയ്യുന്നുണ്ടെന്നും ഉറപ്പാക്കുന്നതാണ് സർട്ടിഫിക്കേഷൻ. ഒമാനിലും ഇന്ത്യയിലുമുള്ള വ്യാപാര വാണിജ്യ സംരംഭമായ KV ഗ്രൂപ്പിൻ്റെ സ്ഥാപനങ്ങളിലൊന്നായ സുഹൂൽ അൽ ഫൈഹയുടെ മറ്റൊരു നേട്ടമാണിത്. അസർട്ടയെ പ്രതിനിധീകരിച്ച് ക്യൂപ്രോ കൺസൾട്ടൻസി മാനേജിംഗ് ഡയറക്ടർ ആഷിഫ് സുഹൂൽ അൽ ഫൈഹ മാനേജിംഗ് ഡയറക്ടർ അബ്ദുൽ വാഹിദിന് സർട്ടിഫിക്കറ്റ് കൈമാറി. ഉൽപ്പന്നങ്ങൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് സംഭരിക്കപ്പെടുകയും വിതരണം ചെയ്യുന്നുണ്ടെന്നും ഉറപ്പാക്കുന്നതാണ് സർട്ടിഫിക്കേഷൻ. KV ഗ്രൂപ്പ് ചെയർമാൻ അബ്ദുൽ ജബ്ബാർ ടീമിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അഭിനന്ദനം അറിയിച്ചു. ഡയറക്ടർ അബ്ദുൽ ലത്തീഫ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ ജാസിം ജബ്ബാർ, മുഹമ്മദ് സവാദ്, ജാഫർ ജബ്ബാർ, ജഹാസ് ജബ്ബാർ, സാജിദ് വാഹിദ്, ഇർഫാദ് ലത്തീഫ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. സർട്ടിഫിക്കേഷൻ കമ്പനിയുടെ ഭാവി പരിപാടികളെ കൂടുതൽ ഊർജ്ജസ്വലതയോടെ മുന്നോട്ട് നയിക്കുമെന്നും ഒമാനിലെ ഭക്ഷ്യസുരക്ഷാ നിലവാരം മെച്ചപ്പെടുത്താനുള്ള പ്രതിബദ്ധതയെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും മാനേജ്മെന്റ് ഭാരവാഹികൾ പറഞ്ഞു. മീഡിയ വൺ, മസ്കത്ത്. ദുബായ് ഫിറ്റ്നസ് ചാലഞ്ചിന്റെ ഭാഗമായി ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങൾക്ക് കായിക പരിശീലനമൊരുക്കി ദുബൈയിലെ മലയാളി സംരംഭകർ. 30 ദിവസം നീണ്ടു നിൽക്കുന്ന ചാലഞ്ചിൽ എല്ലാ ദിവസവും കുഞ്ഞുങ്ങൾക്ക് പ്രത്യേക പരിശീലനം നൽകുന്നുണ്ട്. കായിക പരിശീലനം കുഞ്ഞുങ്ങളിൽ വലിയ മാറ്റം സൃഷ്ടിക്കുന്നുണ്ടെന്നും ഇവർ പറയുന്നു. എല്ലാവരെയും ഉൾക്കൊള്ളുക എന്ന ദുബായ് കിരീടാവകാശിയും UAE പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാന്റെ ആശയമാണ് ദുബായ് ഫിറ്റ്നസ് ചാലഞ്ച് എന്ന മുന്നേറ്റത്തിന് പിന്നിൽ. ആ ആശയത്തോടൊപ്പം നിന്ന് നിശ്ചയദാർഢ്യ വിഭാഗത്തിലെ കുഞ്ഞുങ്ങളെയും ചലഞ്ചിന്റെ ഭാഗമാക്കുകയാണ് മലയാളികൾ നയിക്കുന്ന സ്പീച്ച് ക്ലിനിക് ദുബായ്. ഇതൊരു സ്പെഷ്യൽ നീഡ്സ് കുട്ടികളുടെ സെൻറ്ററാണ്. ഇത് ഇൻക്ലൂസീവ് ആക്കാൻ പറ്റിയതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അറൗണ്ട് 400 സ്പെഷ്യൽ നീഡ്സ് കുട്ടികളുണ്ട്. അപ്പോൾ തെറപ്പി എന്ന് പറയുമ്പോൾ യൂഷ്വലി ടേബിൾ ചെയർ ബൗണ്ടഡ് ആണ്. ഇറ്റ്സ് എ റെസ്ട്രിക്റ്റഡ് ഏരിയ. അപ്പോൾ ഇത് മൂവ്മെൻറ്റിലൂടെ ഇവർക്കും ദുബായ് ഫിറ്റ്നസ് 30-30 ചാലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും നമ്മൾ 30 മിനിറ്റ്സ് ഈ കുട്ടികളെ ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരം കൊടുത്തു. എല്ലാ ദിവസവുമുള്ള കായിക
പരിശീലനം കുഞ്ഞുങ്ങളിൽ വലിയ മാറ്റം സൃഷ്ടിക്കുന്നുണ്ടെന്നും ഇവർ പറയുന്നു. 1 month they have shown tremendous progress in their attention, motor coordination and also focus. വ്യായാമം ശാരീരിക മാനസികാരോഗ്യത്തിന് കൂടുതൽ കരുത്തേകുമെന്ന് തെളിയിക്കുകയാണ് ഇവരുടെ വാക്കുകളും. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ദുബായ് ഫിറ്റ്നസ് ചലഞ്ച് പങ്കാളിത്തം കൊണ്ട് റെക്കോർഡുകൾ മറികടക്കുകയാണ്. മീഡിയ 1 ദുബായ്. ചെമ്പൈ സംഗീതോത്സവത്തോടനുബന്ധിച്ചുണ്ടായ വിവാദങ്ങളിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡിനെതിരെ വിമർശനവുമായി സംഗീതജ്ഞൻ ഡോക്ടർ KN രംഗനാഥ് ശർമ്മ. സംഗീതോത്സവത്തിൽ നിന്ന് ബോർഡ് തന്നെ ഒഴിവാക്കി. ചെമ്പൈ പുരസ്കാര ജേതാവിനെ കണ്ടെത്താനുള്ള ജൂറിക്ക് മേൽ രാഷ്ട്രീയ ഇടപെടലുണ്ടായി. ഇതിനെ എതിർത്തതിന്റെ പേരിൽ സംഗീതോത്സവത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കുകയായിരുന്നുവെന്നും രംഗനാഥ് ശർമ്മ തുറന്നടിച്ചു. ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച് നടക്കുന്ന ചെമ്പൈ സംഗീതോത്സവത്തിൽ നിന്നും അപ്രതീക്ഷിതമായാണ് കർണാടക സംഗീതജ്ഞൻ രംഗനാഥ ശർമ്മയെ ദേവസ്വം ബോർഡ് കഴിഞ്ഞ ദിവസം ഒഴിവാക്കിയത്. ഇതിനെതിരെ പ്രതിഷേധിച്ചും സംഗീതജ്ഞന് പിന്തുണയറിയിച്ചും കേരള ബ്രാഹ്മണ സഭ സംഘടിപ്പിച്ച പരിപാടിയിലാണ് രംഗനാഥന്റെ ദേവസ്വത്തിനെതിരെയുള്ള വിമർശനം. ചെമ്പൈ പുരസ്കാര ജേതാവിനെ കണ്ടെത്താനുള്ള സമിതി അംഗമായിരുന്നതിന്റെ പേരിലാണ് സംഗീതോത്സവത്തിൽ അവസരം നിഷേധിച്ചത്. എന്നാൽ പുരസ്കാര നിർണയത്തിലുണ്ടായ രാഷ്ട്രീയ ഇടപെടലുകളെ താൻ എതിർത്തതാണ് ഇതിനുള്ള യഥാർത്ഥ കാരണമെന്ന് രംഗനാഥൻ പറഞ്ഞു. കമ്മിറ്റി കൂടിയ സമയത്ത് എനിക്ക് സൂചനകൾ തന്നിരുന്നു ഇങ്ങനെ ഒരാൾ ഞങ്ങളുടെ മനസ്സിലുണ്ടെന്നുള്ളത്. ഇവരുടെ സംഗീതത്തിന്റെ കോൺട്രിബ്യൂഷനും അനുസരിച്ച് അവരുടെ ലൈഫ് ടൈം കോൺട്രിബ്യൂഷനും അനുസരിച്ച് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ എനിക്കത് ന്യായമായിട്ട് ചെയ്യാൻ പറ്റിയില്ലെന്ന് തോന്നി. കാരണം അത് വളരെ ചെറുപ്പക്കാരനായ ഒരു മ്യൂസിഷ്യനാണ്. ഇത്രയും വലിയ മുതിർന്ന സംഗീതജ്ഞരെ അവഗണിച്ചുകൊണ്ട് ഒരു യങ്സ്റ്ററായിട്ടുള്ളൊരു അത് പേര് അവർ സജസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് അവരുടെ കൂടെ നിൽക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാരിനും ദേവസ്വം ബോർഡിനും താൽപര്യമുള്ള ആൾക്ക് പുരസ്കാരം നൽകാൻ ആദ്യ നിർദ്ദേശമുണ്ടായിരുന്നു. നിലവിലെ അവാർഡ് ജേതാവിനെ അപേക്ഷിച്ച് ചെറുപ്പക്കാരനായ ഒരാളെയാണ് ബോർഡ് നിർദ്ദേശിച്ചത്. ഇത് എതിർത്തതോടെ തനിക്ക് വിലക്ക് കൽപ്പിക്കുകയായിരുന്നുവെന്നും രംഗനാഥൻ വിമർശിച്ചു. ഗുരുവായൂരിൽ നടക്കേണ്ട സംഗീത പരിപാടി ഉപേക്ഷിച്ചതോടെയാണ് പിന്തുണയറിയിച്ച് ബ്രാഹ്മണ സഭ തൃശൂരിൽ രംഗനാഥനായി പ്രത്യേക വേദിയൊരുക്കിയത്. പരിപാടിയോടനുബന്ധിച്ച് നടന്ന കച്ചേരിയിൽ ബ്രാഹ്മണ സഭാ പ്രവർത്തകരും പൊതുജനങ്ങളുമടക്കം നിരവധി പേരാണ് പങ്കെടുത്തത്. മീഡിയ 1 തൃശൂർ.